ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേദേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ചൈത്ര നവരാത്രി തുടരുന്നു. വിശ്വാവസു സംവത്സരം ഇന്നലെ ആരംഭിച്ചു. ഇന്ന് 2ാം ദിവസമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നവവത്സര ആശംസകൾ, ചൈത്ര അല്ലെങ്കിൽ വസന്ത നവരാത്രി ആശംസകൾ, ശ്രീരാമനവമി ആശംസകൾ. നമ്മൾ ഭാഗവതം ദശമസ്കന്ധം 47-ാം അധ്യായം ഉദ്ധവദൂത്. അതിൽ ഗോപികമാരുടെ ഉദ്ധവനോടുള്ള ഭഗവാനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം, ആ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ഉപദേശം നമ്മൾ കണ്ടു. അതിഗംഭീരമായിരുന്നു. ആ ഉപദേശം കേട്ട് ഗോപികമാർ വളരെയധികം പ്രീതരായി എന്ന്. ഭഗവാന്റെ സന്ദേശം കേട്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്മൃതി ആഗതരായി ഉദ്ധവനോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവനോട് കൃഷ്ണനെ കുറിച്ചിട്ടുള്ള അന്വേഷണം, കുശലപ്രശ്നം. ഇപ്പം നമുക്ക് 29-ാം ശ്ലോകം മുതൽ തന്നെ വായിക്കാം. ഭഗവാന്റെ ഉപദേശം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 47-തമോऽധ്യായഃ. ശ്രീഭഗവാനുവാച. ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായുഅഗ്നിർജലം മഹി തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയഗുണാശ്രയഃ ആത്മന്യേവാത്മനാത്മാനം സൃജേഹന്യനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ ആത്മാ ജ്ഞാനമയഃ ശുദ്ധോ വ്യതിരിക്തോ അഗുണാന്വയഃ സുഷുപ്തി സ്വപ്നജാഗ്രദ്ഭിഃ മായാവൃത്തിഭിരീയത്തെ യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്ഥിതഃ തന്നിരുന്ദ്യാദിന്ദ്രിയാണി വിനിഗ്രഹ പ്രത്യപദ്യത ഏതദന്തഃ സമാമ്നായോ യോഗഃ സാങ്ക്യം മനീഷിണാം ത്യാഗസ്തപോധമഃ സത്യം സമുദ്രാന്താ ഇവാപഗാഃ യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയാ യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേ അക്ഷിഗോചരേ മയ്യാവേശ്യ മനഃകൃത്സ്നം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത് മാമുപൈഷ്യത യാ മയാ ക്രീഡതാ രാത്ര്യാം വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ അലബ്ധരാസാ കല്യാണ്യോ മാ പുർമദ്വീര്യചിന്തയാ. ശ്രീശുക ഉവാച. ഏവം പ്രിയതമാദിഷ്ടം ആകർണ്യ വ്രജയോഷിതഃ താ ഊചുരുദ്ധവം പ്രീതാഃ തൽ ആഗതസ്മൃതിഃ ഗോപ്യ ഊജുഃ ദിഷ്ട്യാഹിതോ ഹതകംസോ യദൂനാം സാനുഗോ അഘകൃത ദിഷ്ട്യാപ്തൈർലബ്ധ സർവാർത്ഥൈഃ
കുശല്യാസ്തെ അച്യുതോ അധുനാ കച്ചിദ്ഗദാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം ന സ്നിഗ്ധസവ്രീഡഹാസോദാരേക്ഷണാർച്ചിതഃ കഥം രതിവിശേഷജ്ഞഃ പ്രിയശ്ച പരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈഃ വിഭ്രമൈശ്ചാനുഭാജിതഃ അപി സ്മരതി നഃ സാധോ ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീ മധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാഃ സ്വൈരകദാന്തരേ താ കിം നിശാ സ്മരതി യാസു തദാ പ്രിയാഭിഃ വൃന്ദാവനേ കുമുദകുന്ദ ശശാങ്കരമ്യേ രേമേ ക്വണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞ കഥ കദാചിത് അപ്യേഷ്യതീഹ ദാശാർഹഃ തപ്താഃ സ്വകൃതയാ ശുചാ സഞ്ജീവയന്നു നോ ഗാത്രൈഃ യഥേന്ദ്രോവനമംബുധൈഃ കസ്മാത് കൃഷ്ണൈഹായാതി പ്രാപ്തരാജ്യോ ഹതാഹിതഃ നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീതഃ സർവസുഹൃദ്വൃതഃ കിമസ്മാഭിർവനൗ ഗോഭിഃ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥഃ കൃതാത്മനഃ പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗള തജ്ജാനതീനാം നഃ കൃഷ്ണേ തദാപ്യാശാദുരത്യയാം ക ഉത്സഹേത സന്ത്യക്തും ഉത്തമശ്ലോകസംവിദം അനിച്ഛതോപി യസ്യ ശ്രീഃ അംഗാത്മച്യവതേ ക്വചിത് സരിച്ഛൈലവനോദ്ദേശാ ഗാവോ വേണുരവായിമേ സംഘർഷണസഹായേന കൃഷ്ണേനാചരിതാ പ്രഭോ പുനഃ പുനഃ സ്മാരയന്തി നന്ദഗോപസുതം ബദ ശ്രീനികേതൈസ്തൽപതകൈഃ വിസ്മർത്തും നൈവ ശക്നുമഃ ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈഃ മാധ്വ്യാ ഗിരാ ഹൃതധിയഃ കഥം തം വിസ്മരാമഹേ ഹേ നാദ ഹേ രമാനാദ വ്രജനാദാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാത് ശ്രീശുക ഉവാച തതസ്ഥാ കൃഷ്ണസന്ദേശൈഃ വ്യപേതവിരഹജ്വരാः ഉദ്ധവം പൂജയാഞ്ചക്രുഃ ജ്ഞാത്വാത്മാനം അധോക്ഷജം ഉവാസ കതിചിന്മാസാൻ ഗോപീനാം വിനുദൻ ശുചഃ കൃഷ്ണലീലാകഥാം ഗായൻ രമയാമാസ ഗോകുലം യാവന്ത്യഹാനി നന്ദസ്യ വ്രജയവാൽസീത് സ ഉദ്ധവഃ വ്രജൗകസാം ക്ഷണപ്രായാണ്യാസൻ കൃഷ്ണസ്യ വാർത്തയാ സരിദ്വനഗിരിദ്രോണീഃ വീക്ഷൻ കുസുമിതാൻ ദ്രുമാൻ കൃഷ്ണം സംസ്മാരയൻ രേമേ ഹരിദാസോ വ്രജൗകസാം ദൃഷ്ട്വൈവ മാദിഗോപീനാം കൃഷ്ണാവേശാത്മവിക്ലവം ഉദ്ധവഃ പരമപ്രീതഃ താ നമസ്യന്നിദം ജഗൗ ഏതാഃ പരം തനുമൃതോ ഭുവി ഗോപവദ്വോ ഗോവിന്ദ ഏവ നിഖിലാത്മനിരൂഢഭാവാഃ വാഞ്ചന്തി യദ്ഭവഭിയോ മുനയോ വയം ച കിം ബ്രഹ്മജന്മഭിരനന്ദഗദാരസസ്യ ക്വേമാ സ്ത്രിയോ വനചരീഃ വ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വചൈഷ പരമാത്മനിരൂഢഭാവഃ നന്മീശ്വരോനുഭജതോ വിദുഷോऽപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജൈവോപയുക്തഃ നായം ശ്രിയോംഗൗ നിതാന്തരതേഃ പ്രസാദഃ സ്വർയോഷിതാം നളിനഗന്ധരുചാം കുതോന്യാഃ രാസോത്സവേസ്യ ഭുജദണ്ഡഗൃഹീതകണ്ഡലബ്ധാശിഷാം യൗദഗാദ്മ്രജവല്ലവീനാം ആസാമഹോ ചരണരേണുജുഷാം അഹം സ്യാം വൃന്ദാവനേ കിമപി ഗുൽമലതൗഷധീനാം യാ ദുസ്ത്യജം സ്വജനമാര്യപദം ഹി ആര്യപദം ച ഹിത്വാ ഭേജുർമുകുന്ദപദവീം ശ്രുതിഭിർവിമൃഗ്യാം യാ വൈ ശ്രിയാർച്ചിതമജാദിഭിരാപ്തകാമൈഃ
യോഗേശ്വരൈരപി യദാത്മനിരാസഗോഷ്ഠ്യാം കൃഷ്ണസ്യ തദ്ഭഗവതശ്ചരണാരവിന്ദം ന്യസ്തം സ്തനേഷു വിജഹു പരിരഭ്യതാപം വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ യാസാം ഹരിഗതോദ്ഗീതം പുനാതി ഭുവനത്രയം വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ യാസാം ഹരിഗതോദ്ഗീതം പുനാതി ഭുവനത്രയം. ശ്രീശുക ഉവാച അഥ ഗോഭീരനുജ്ഞാപ്യ യശോദാം നന്ദമേവ ച ഗോപാൻ ആമന്ത്ര്യദാസാർഹോ യാസ്യൻ ആരുരുഹേരദം തം നിർഗതം സമാസാദ്യ നാനോപായനപാണയഃ നന്ദാദയോനുരാഗേണ പ്രാവോചൻ അശ്രുലോചനാഃ മനസോ വൃത്തയോ ന സ്യുഃ കൃഷ്ണപാദാംബുജാശ്രയാഃ വാചോഭിദായിനീർനാംനാം കായസ്തത്പ്രക്വണാദിഷു കർമ്മഭിർഭ്രാമ്യമാണാനാം യത്ര ക്വാപീശ്വരേച്ഛയാ മംഗളാചരിതൈർദാനൈഃ ഹൃദിർനഃ കൃഷ്ണ ഈശ്വരേ. ഏവം സഭാജിതോ ഗോപൈഃ കൃഷ്ണഭക്ത്യാ നരാധിപ ഉദ്ധവ പുനരാഗച്ഛൻ മധുരാം കൃഷ്ണപാലിതാം. കൃഷ്ണായ പ്രണിപത്യാഃ ഭക്ത്യുദ്രേകം വ്രജൗകസാം വസുദേവായ രാമായ രാജ്ഞേ ചോപായനാന്യദാത്. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഉദ്ധവ പ്രതിയാനി സപ്തചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 47-ാം അധ്യായം ഉദ്ധവദൂതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവൻ ഭഗവാന്റെ സന്ദേശം ഗോപികമാരെ വ്യക്തമായി കേൾപ്പിച്ചു. ഭഗവാൻ എന്തുകൊണ്ട് ദൂരെ ഇരിക്കണു എന്നുള്ളത് ഭഗവാൻ അതിൻ്റെ കാര്യകാരണം എല്ലാം പറഞ്ഞു. ദൂരെ ഇരിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സ് എന്നിലിരിക്കുള്ളൂ, നിങ്ങളുടെ മനസ്സ് എന്നിലിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അകന്നിരിക്കുന്നത്. കാരണം മനുഷ്യരുടെ മനസ്സിന്റെ സ്വഭാവമാണ് പ്രത്യക്ഷമായിരിക്കുന്ന വസ്തുവിൽ ഇരിക്കാതിരിക്കുക. എന്താണോ നമ്മുടെ സമീപസ്ഥമായിരിക്കുന്നത്, നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്, അതിനോട് നമുക്കൊരു അവജ്ഞയാണ് എപ്പോഴും ഉണ്ടാവുക. ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, അതെൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലോ, അതിനിപ്പോൾ എന്നെ വിട്ട് എവിടെയും പോവില്ലല്ലോ, ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ സന്നികർഷാത് അവജ്ഞ അല്ലെങ്കിൽ അതിപരിചയാത് അവജ്ഞ എന്നൊക്കെ പഴഞ്ചൊല്ലുകളുണ്ട്. സന്നികർഷം അല്ലെങ്കിൽ സാമീപ്യം, എപ്പോഴും സാമീപ്യത്തിലിരിക്കുന്ന വസ്തുക്കളെ ആളുകൾക്ക് വില കുറയും. ദൂരെ ഇരിക്കുന്നതിനെ
കയ്യിലില്ലല്ലോ, കിട്ടിയില്ലല്ലോ, എപ്പോൾ കിട്ടും എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കും. അപ്പം അതുപോലെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. വാസ്തവത്തിൽ ആത്മസ്വരൂപനായ ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെയൊന്നും അല്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞു. ഇനി ഞാൻ ഫിസിക്കലി ശാരീരികം ആയിട്ട് ദൂരെ ഇരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എപ്പോഴും എന്നിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ എന്നെ തന്നെ മനസ്സിൽ ചിന്തിച്ച് മനസ്സ് എല്ലാ വൃത്തികളും ഒഴിഞ്ഞതായി മാറും, വിമുക്ത അശേഷ വൃത്തിയായി മാറി അചിരാത് മാം ഉപൈഷ്യത, താമസിയാതെ എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞ് അതിന് ദൃഷ്ടാന്തമായിട്ട് രാസക്രീഡാവേളയിൽ യമുനാ തീരത്തേക്ക് വരാൻ കഴിയാതിരുന്നതായ ആ സ്ത്രീകൾ ദേഹം വെടിഞ്ഞു പോയി, അപ്പൊ തന്നെ ഭഗവാനെ പ്രാപിച്ചുവല്ലോ, ആ കഥയും ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ചില ഗോപികമാര് അവർ വരണം എന്ന് ആഗ്രഹിച്ചിട്ടും അവരുടെ ഗൃഹങ്ങളിൽ തടഞ്ഞു വെച്ചതുകൊണ്ട് അവരവിടുന്ന് തന്നെ എന്നെ ധ്യാനിച്ച് അവർ ശരീരം ഉപേക്ഷിച്ച് എന്നെ പ്രാപിച്ചു. അപ്പൊ അതുപോലെ തീവ്രമായി നിരന്തരമായി എന്നെ തന്നെ നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പരോക്ഷമായിരിക്കുന്നത്, നിങ്ങളുടെ പ്രത്യക്ഷമായി ഇരിക്കാത്തത്. നമ്മളോടെല്ലാവരോടുമുള്ള ഒരു ഉപദേശം കൂടിയാണ് ഭഗവാന്റെ ഉപദേശം. ആ ഭഗവാൻ വാസ്തവത്തിൽ ഭഗവാന്റെ തത്വം പരോക്ഷമാണ് നമുക്ക്. എന്നാൽ അത് പ്രത്യക്ഷമായിട്ട് സാക്ഷാത്കരിക്കാൻ പ്രയാസമാണ്. പിന്നെ എങ്ങനെ സാക്ഷാത്കരിക്കാം? അതിനെ അപരോക്ഷമായി സാക്ഷാത്കരിക്കാം. അപ്പോൾ പരോക്ഷത്തെ അപരോക്ഷമാക്കാനാണ് എല്ലാ സാധനകളും. അതിന് ഏറ്റവും മുഖ്യം ജ്ഞാനസാധനയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയാത്ത ഈശ്വരൻ നമ്മൾ ഗുരുക്കന്മാരുടെ ശാസ്ത്രങ്ങളുടെ വാക്കുകളിലൂടെയാണ് കേൾക്കുന്നത് ഈശ്വരനെ കുറിച്ച്. അപ്പം അത് പരോക്ഷമാണ്. പരനാൽ കാണപ്പെടുന്നത്, പരനറിയുന്നത്, അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നത് അവർ നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ അന്യന്റെ ഉപദേശം കൊണ്ട് മാത്രമേ ഇപ്പം നമുക്ക് അറിയുന്നുള്ളൂ. നമ്മൾക്ക് അനുഭവം ആയിട്ടില്ല. അപ്പോൾ അനുഭവം എങ്ങനെ ഉണ്ടാവുക? അത് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന വസ്തുവല്ല. പിന്നെയോ അത് അപരോക്ഷമായി അറിയേണ്ടതാണ്. അപരോക്ഷം എന്ന് പറഞ്ഞാൽ ന പ്രത്യക്ഷം ന പരോക്ഷം. അത് പ്രത്യക്ഷവുമല്ല, അത് പരോക്ഷവുമല്ല. പ്രത്യക്ഷം എന്നുള്ളത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ തൊട്ട് മുമ്പിലുള്ളതിനെയാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. അക്ഷങ്ങൾ എന്നാൽ നമ്മുടെ ദ്വാരങ്ങൾ, ഇന്ദ്രിയ ദ്വാരങ്ങൾ. അപ്പോൾ കണ്ണ് കാണാത്തവർക്കും കാതുകൊണ്ട് കേൾക്കാം, അതൊരു പ്രത്യക്ഷമാണ്. തൊട്ടറിയുന്നത് പ്രത്യക്ഷമാണ്. മണത്തറിയുന്നത് പ്രത്യക്ഷമാണ്. കണ്ണിന് മുമ്പിൽ മാത്രമല്ല, രുചിച്ചറിയുന്നത് പ്രത്യക്ഷമാണ്. അക്ഷം പ്രതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ ഏത് ജ്ഞാനേന്ദ്രിയവും അക്ഷമാണ്. അക്ഷത്തിന്റെ മുമ്പിലുള്ളത് പ്രത്യക്ഷം. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷമായിട്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതല്ല ഈശ്വര തത്വം, പരമേശ്വരനെ. പിന്നെ എവിടെയാണ് സാക്ഷാത്കരിക്കേണ്ടത്? അപരോക്ഷമായിട്ട്. എന്താ ഈ അപരോക്ഷം എന്ന് പറഞ്ഞാൽ? അത് പ്രത്യക്ഷവുമല്ല, അത് പരോക്ഷവുമല്ല. എന്നാ പരോക്ഷമിതി അപരോക്ഷം. അപ്പൊ ദൂരെയുമല്ല, കണ്ണിന് മുമ്പിലുമല്ല. പിന്നെ എവിടെയാണ്? അവനവന്റെ സ്വരൂപമായിട്ട്. നമുക്കൊരു വിഷയമല്ല ഇത്, ഒരു ഒബ്ജക്റ്റ് ആയിട്ടല്ല നമ്മൾ ഈശ്വര തത്വത്തെ അറിയേണ്ടത്, അവനവന്റെ സ്വരൂപമായിട്ട്. ഇത് അന്വേഷിക്കുന്ന അന്വേഷകൻ തന്നെയാണ്. ആരാണോ ഈശ്വരനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വരൂപമാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് ഈശ്വരൻ എന്നറിയുന്നതാണ് അപരോക്ഷജ്ഞാനം. ഈ അപരോക്ഷജ്ഞാനമാണ് ഉറക്കേണ്ടത്.
അപരോക്ഷാനുഭൂതി എന്ന ആദിശങ്കര ഭഗവത്പാദർ ഒരു പ്രകരണ ഗ്രന്ഥം, വലിയൊരു പ്രകരണ ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ അപരോക്ഷം ആയിരിക്കുന്ന വസ്തുവിനെ നമ്മൾ അനുഭവിക്കേണ്ടത്? അത് നമ്മുടെ സ്വരൂപമായി തന്നെ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ആ ഒരു സ്വരൂപജ്ഞാനത്തിലേക്ക് ഈ ഗോപികമാരെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ പരോക്ഷമായിട്ടിരിക്കുന്നത്, പ്രത്യക്ഷമാകാതെയും ഇരിക്കുന്നത്. ഈ പരോക്ഷ പ്രത്യക്ഷങ്ങളെ വിട്ട് അതിനപ്പുറത്ത് ഓരോരുത്തരും ഉള്ളിലേക്ക് തിരിയണം. അന്തർമുഖരാകുമ്പോൾ അവനവന്റെ ആത്മാവായി, അവനവന്റെ സ്വരൂപമായി ഈശ്വരനെ സാക്ഷാത്കരിക്കണം. തത്വമസി, നീ അന്വേഷിക്കുന്ന സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനുമെല്ലാമായ ആ ഈശ്വരൻ, അത് നിന്റെ ആത്മസ്വരൂപമായി നീ തന്നെയാകുന്നു. നീയും ഈശ്വരനും തമ്മിൽ അകലമില്ല, ഭേദമില്ല, രണ്ടല്ല. ഈ അറിവാണ് ഉറപ്പിക്കേണ്ടത്. അപ്പം അതിലേക്ക് ഇവരെ പാകപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഈ തത്വജ്ഞാനത്തിലൂടെ, ഈ അപരോക്ഷജ്ഞാനത്തിലൂടെ, ഈ സത്യസാക്ഷാത്കാരത്തിലൂടെ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ശാന്തി ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റുകളെ ആശ്രയിച്ചാണ് നമ്മുടെ സുഖം, നമ്മുടെ ആനന്ദം എന്ന് കരുതുകയാണെങ്കിൽ അത് ഒരിക്കലും ശാശ്വതമാകാൻ പോകുന്നില്ല. കാരണം എല്ലാ ഒബ്ജക്റ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ട്. കാല, ദേശ, വസ്തു പരിമിതികളുണ്ട്. എല്ലാ കാലത്തും ഒരേ ഒബ്ജക്റ്റ് നമ്മുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. ഓരോ ഒബ്ജക്റ്റും ഉണ്ടായതാണ്, അതിന് വികാരങ്ങളുണ്ട്, അതിന് നാശവും ഉണ്ട്. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനും എടുത്ത ശരീരം അവതാര ശരീരമാണ്. അത് അദ്ദേഹത്തിൻ്റെ മുഖ്യ ദൗത്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിക്കുന്നു. അപ്പൊ എല്ലാ കാലത്തും കൃഷ്ണമൂർത്തിയായിട്ട് ഗോപികമാരുടെ നടുവിൽ തന്നെ ഇരിക്കണമെന്ന് ഗോപികമാർ വിചാരിച്ചാൽ നടക്കില്ല. ഇനി ഗോപികമാർക്കും അവരുടെ ശരീരവും കെട്ടിപ്പിടിച്ചുകൊണ്ട് ശാശ്വതമായിട്ടിരിക്കാനും പറ്റില്ല. അപ്പൊ എപ്പോഴായാലും ഈ ദുഃഖം, ഈ ശരീരത്തെ നമ്മൾ സത്യമെന്ന് കരുതി അതിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ ഈ ദുഃഖം ഉറപ്പാണ്. ഇത് മാറാൻ പോകുന്നില്ല. എപ്പോഴായാലും ആരെങ്കിലും ഒരാൾ ഉപേക്ഷിച്ച് പോണ്ടി വരുമല്ലോ. അപ്പൊ ദുഃഖം തന്നെയാണ്. അപ്പൊ ആ ദുഃഖമില്ലാതിരിക്കാൻ നമ്മൾ ഈ അസത്തായ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുക, ഈ ലോകവസ്തുക്കളിൽ, ശരീരാദികളിൽ സത്യത്വ ബുദ്ധിയോടുകൂടി അതെന്നും എൻ്റെ കൂടെ ഇരിക്കണം എന്നുള്ള തെറ്റിദ്ധാരണ, നമ്മുടെ എന്താ പറയുക, അറിവില്ലായ്മ കൊണ്ടുള്ള ആ വീണ്ടും വീണ്ടും അത് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചിന്ത നമ്മൾ വെടിയണം. ഒരു ഒബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചാവരുത് നമ്മുടെ ജീവിതം. അത് ഡിപ്പെൻഡൻസിയാണ്, അത് ബന്ധനമാണ്. അത് ആരുടെ ശരീരമാണെങ്കിലും ഏത് വസ്തുവാണെങ്കിലും അത് ഡിപ്പെൻഡൻസിയാണ്. അപ്പം ഡിപ്പെൻഡൻസി ഇല്ലാതാവണമെങ്കിൽ പുറത്തുള്ള ഒരു വസ്തുക്കളെയും നമ്മൾ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഞാനെന്ന് കരുതുന്ന ഈ ദേഹം പോലും ഞാനല്ല എന്നും ഇതും എന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണെന്നും അത് നിരന്തരം ഓർമ്മിക്കുക. അപ്പം ഇത് ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് അതിൻ്റെ ധർമ്മം ചെയ്യുന്നു. ഇത് പോകാനുള്ളതാണ്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഉറക്കാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് മരണം ഒരു ഭയമില്ല. എനിക്ക് പുതിയ വസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വസ്ത്രത്തെ ഞാൻ ഉപേക്ഷിക്കുന്നത് എന്നതുപോലെ പുതിയ ദേഹം എന്നെ കാത്തിരിപ്പുണ്ട്. അത് ഇതിലും ഫെസിലിറ്റീസ് ഉള്ള, ഫാക്കൽറ്റീസ് ഉള്ള, പ്രിവിലേജസ് ഉള്ള നല്ല ശരീരമായിരിക്കും. ഈ ജന്മത്തിൽ ഞാൻ ധാർമ്മികമായി ജീവിച്ചതുകൊണ്ട് ഇതിനേക്കാൾ കുറെ കൂടി സൗകര്യങ്ങളുള്ളതായിട്ടുള്ള, അല്ലേ,
കുറെ കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, നമ്മൾ നല്ലോണം അധ്വാനിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, പക്വതയോട് ജീവിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ അഭിവൃദ്ധിയല്ലേ ഉണ്ടാവുള്ളൂ. അത് ഭൗതിക രംഗത്താണെങ്കിലും ആത്മീയമായിട്ടുള്ള രംഗത്താണെങ്കിലും. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ചെറിയ കാറുണ്ട്, കുറെ കാലമായി ഓടിക്കൊണ്ടിരിക്കണു. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കണു. ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പ് കയറ്റണം, ഇടയ്ക്കിടയ്ക്ക് ടയർ പഞ്ചറാവണു, സ്റ്റാർട്ടിങ് ട്രബിളുകൾ, മൈലേജ് വളരെ മോശം അല്ലേ? എത്ര പെട്രോളോ ഡീസലോ അടിച്ചാലും കാണുന്നില്ല. ആ ഒരു പഴയ വണ്ടി പോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രായമായിട്ടുള്ള ശരീരം. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഹൈബ്രിഡ് ആയിരിക്കുന്ന പുതിയ സൗകര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള വലിയ വാഹനങ്ങൾ വാങ്ങിച്ചാലോ? ഈ വാഹനത്തെ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കുറെ കാശും കൂടി കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് പുതിയ വാഹനം വാങ്ങിച്ചാൽ നല്ല സുഖമല്ലേ, സൗകര്യമല്ലേ? ഇതുപോലെ എപ്പോഴും വർക്ക്ഷോപ്പിൽ പോയി കിടക്കേണ്ട ആവശ്യമില്ല, പെട്രോളിന്റെ മൈലേജ് നോക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും ബുദ്ധിമുട്ട് തരില്ല നമുക്ക്. അത്യാവശ്യത്തിന് പോകാൻ നേരത്താണ് വണ്ടി പഞ്ചറായി കിടക്കേണ്ടാവും അല്ലേ? അപ്പൊ പുതിയ വണ്ടി കിട്ടുന്നത് സന്തോഷമല്ലേ? നല്ല സൗകര്യങ്ങളുള്ളതായിട്ടുള്ള വണ്ടി. അത് മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് അത് സാധിക്കും. സമ്പത്ത് സമ്പാദിച്ചു വെക്കുന്നവർക്ക് ഇതുപോലെ സൗകര്യങ്ങൾ കൂട്ടാൻ സാധിക്കും. അപ്പൊ അതുപോലെയാണ് നമ്മൾ ധാർമ്മികമായി ജീവിക്കുക, ആധ്യാത്മികമായിട്ടുള്ള സാധനകൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഈ ശരീരത്തെക്കാൾ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങളുള്ള ശരീരത്തെക്കാൾ കുറെ കൂടി പ്രിവിലേജസ് ഉള്ള ശരീരങ്ങൾ കിട്ടും. അത് ഭഗവാൻ തന്നെ ഗീതയിൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാംഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. അപ്പൊ ഇവിടെ സാധനകൾ ചെയ്ത് ലക്ഷ്യത്തിലെത്താതെ മരിച്ചു പോകുന്നതായിട്ടുള്ള ഒരാൾക്ക് പിന്നെ എന്ന് പറഞ്ഞ് യാത്ര ആരംഭിക്കേണ്ടതില്ല. അയാൾ എവിടെ എത്തിയിരിക്കുന്നുവോ അവിടുന്ന് യാത്ര തുടർന്നാൽ മതി. അപ്പൊ പുണ്യകൃതാൻ ലോകാൻ പ്രാപ്യ, പുണ്യം ചെയ്തവരുടെ ലോകങ്ങളെ, സ്വർഗാദി ലോകങ്ങളെ പ്രാപിച്ച് അല്ലെങ്കിൽ ഊർധ്വ ലോകങ്ങളെ പ്രാപിച്ച് അവിടെ ഉഷിത്വ ശാശ്വതീ സമാഹ, വളരെയധികം കാലങ്ങൾ അവിടെ വസിച്ച് അവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് പിന്നീട് തിരിച്ച് എവിടേക്ക് വരുന്നു? യോഗഭ്രഷ്ട ശുചീനാം ശ്രീമതാംഗേഹേ അഭിജായതേ. നല്ല സംസ്കാരമുള്ളവരും അത്യാവശ്യം ശ്രീമത്തുക്കൾ എന്ന് പറഞ്ഞാൽ ധനം മുതലായിട്ടുള്ള സമ്പത്തും എല്ലാം ഉള്ളവരായിട്ടുള്ള നല്ല ഗൃഹങ്ങളിൽ വന്ന് അഭിജാതരാകുന്നു. അപ്പൊ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ ചെന്ന് ജനിക്കുന്നത്. നല്ല എന്താ പറയുക, ചെറുപ്രായത്തിൽ തന്നെ വേദങ്ങൾ പഠിക്കാനും മറ്റു കർമ്മങ്ങളെക്കുറിച്ചൊക്കെ അറിയാനും ഉപാസനകൾ ചെയ്യാനും ഉള്ളതായിട്ടുള്ള സത്സംഗങ്ങൾ നിരന്തരം കിട്ടാനും ഒക്കെ ഉള്ളതായിട്ടുള്ള സാഹചര്യമുള്ളതായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത വീട്ടിൽ ചെന്ന് ജനിക്കുന്നു. എന്നും ദാരിദ്ര്യവും രോഗങ്ങളും പീഡകളും ആണെങ്കിൽ കഷ്ടമാണ് അല്ലേ? അപ്പൊ ആ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എപ്പോഴും ഈശ്വരീയ കാര്യത്തിൽ മനസ്സിരുത്താൻ പറ്റുന്നവരുടെ നടുവിൽ ജനിക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ എന്നെ നിരന്തരം ചിന്തിക്കുന്നത് കൊണ്ട് എന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന മൂർത്തിയെ പ്രാപിക്കുന്നു എന്നല്ല, ശ്രീകൃഷ്ണ തത്വത്തെ പ്രാപിക്കുന്നു. എവിടെ പ്രാപിക്കുന്നു? വൈകുണ്ഠത്തിൽ പോയിട്ട് പ്രാപിക്കുന്നു എന്നല്ല, അപരോക്ഷമായി പ്രാപിക്കുന്നു. ഇവിടെ പ്രാപിക്കൽ എന്നുള്ളത് വെറും ഒരു സാങ്കേതികമായിട്ടുള്ള പദം മാത്രം. അത് പ്രാപിച്ചതിനെ തന്നെ പ്രാപിക്കലാണ്. സിദ്ധസ്യ സിദ്ധി, പ്രാപ്തസ്യ പ്രാപ്തി എന്നാണ് അതിനേക്കാ പറയുക. അവനവന്റെ തന്നെ സ്വരൂപത്തെയാണ് പ്രാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഗോപികമാരോടുള്ള സന്ദേശം വാസ്തവത്തിൽ നല്ലൊരു ഉപദേശം തന്നെയാണ്, ബ്രഹ്മോപദേശം തന്നെയാണ്, ഒരു ഉപനിഷത്ത് സമാനം തന്നെയാണ്. ഇത് കേട്ടതായിട്ടുള്ള ആ ഗോപികമാര് വളരെയധികം സന്തോഷിച്ചു. ഏവം പ്രിയതമാദിഷ്ടമാകർണ്യ പ്രജയോഷിത പ്രീതാഹ
എന്തുകൊണ്ട്? തൽ സന്ദേശാഗത സ്മൃതി, ഭഗവാന്റെ സന്ദേശം കൊണ്ട് ഇവർക്ക് സ്മൃതി ലബ്ധമായി, ആഗതമായി. സ്മൃതി എന്നാൽ ജ്ഞാനം. അപ്പൊ ജ്ഞാനം ലഭിച്ചവരായിട്ട് ഉദ്ധവം ഊചുഹു, ഉദ്ധവനോട് പറഞ്ഞു. അപ്പോൾ ഉദ്ധവനോട് കുശല പ്രശ്നങ്ങൾ ചോദിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് ആ ദുഷ്ടനായിട്ടുള്ള ശത്രുവായ കംസൻ, യാദവന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പാപിയായ കംസൻ മരിച്ചു, ഹനിക്കപ്പെട്ടു അവന്റെ ബന്ധുക്കളോടുകൂടി, സാനുഗ. അപ്പോൾ ഇതാ കൃഷ്ണന്റെ ബന്ധുക്കൾക്ക് ലഭിക്കേണ്ട ഐശ്വര്യമെല്ലാം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ അവരുടെ കൂടെ സുഖമായി കുശലമായിരിക്കുന്നില്ലേ? ബന്ധുക്കളെല്ലാം സന്തോഷിച്ചിരിക്കുകയല്ലേ? അവരുടെ കൂടെ കൃഷ്ണനും സന്തോഷമായിരിക്കുകയല്ലേ? ഇനി അവിടെയുള്ള സ്ത്രീകൾക്ക് ആ ഗദാഗ്രജൻ എന്ന കൃഷ്ണൻ പ്രീതിയെ ചെയ്യുന്നില്ലേ? അവരെ സന്തോഷിപ്പിക്കുന്നില്ലേ? അവരുടെ സ്നേഹപൂർവമായിട്ടുള്ള ലജ്ജയോടുകൂടിയതായിട്ടുള്ള മന്ദഹാസങ്ങളും അവരുടെ കണ്ണുകൊണ്ടുള്ളതായിട്ടുള്ള നോട്ടങ്ങളും എല്ലാം കൊണ്ടും ആദരിക്കപ്പെടുന്നവനായ അർച്ചിതനായ ഭഗവാൻ അവർക്ക് തിരിച്ചും പ്രീതിയെ കൊടുക്കുന്നില്ലേ എന്ന് ഒരു ഗോപിക ചോദിച്ചു. മറ്റൊരു ഗോപിക പഴയ്ക്കുമടിയിൽ ചോദിച്ചു, പിന്നെ രതിവിശേഷജ്ഞനായിട്ടുള്ള എല്ലാവർക്കും, ഏത് ശ്രേഷ്ഠകളായ സ്ത്രീകൾക്കും പ്രിയനാവുന്നവനാണല്ലോ കൃഷ്ണൻ. അപ്പോ ഈ ഗോപികമാരുടെ വാക്കുകളും അവരുടെ വിഭ്രമങ്ങളാലും സേവിക്കപ്പെട്ടവനായിട്ട് ഭഗവാൻ അവരോട് ചേരാതിരിക്കുവോ? അനുബദ്ധ്യത, അനുബന്ധം ഉണ്ടാവാതിരിക്കുമോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവരെയും ഇഷ്ടപ്പെടും, അവരുമായി അനുബന്ധിക്കും. അപ്പോഴേക്കും വേറൊരുവൾ ചോദിച്ചു, ഞങ്ങളെക്കുറിച്ച് വലുതൊക്കെ പറയാറുണ്ടോ? ആ ഗോപിക മറ്റേ മധുരാപുരിയിലെ സ്ത്രീകളുമായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളെ കളിയാക്കിയിട്ടാണെങ്കിലും, പ്രാകൃതരായ ഞങ്ങളെക്കുറിച്ച് പലയിടത്തും ഉദാഹരണമായിട്ടാണെങ്കിലും വല്ലപ്പോഴും ഞങ്ങളെക്കുറിച്ച് പറയാറുണ്ടോ, സ്മരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇനി ഞങ്ങളോടുകൂടി വളരെ സന്തോഷപൂർവമായിട്ട് ആ വൃന്ദാവനത്തിൽ ആമ്പലുകൾ വികസിച്ചു നിൽക്കുന്നതും മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും ചന്ദ്രൻ വികസിച്ച് പ്രകാശിക്കുന്നതുമായിരിക്കുന്ന ആ രമ്യങ്ങളായ വൃന്ദാവനത്തിൽ വെച്ച് ഏതേത് രാത്രികൾ കഴിച്ചുകൂട്ടിയോ, രമിച്ചുവോ, കാലിലെ നൂപുരങ്ങൾ കിലുക്കിക്കൊണ്ട് എങ്ങനെയെല്ലാം ലീലകളാടിയോ ആ രാസഗോഷ്ഠിയിൽ, ആ അനുഭവങ്ങളെ അദ്ദേഹം ഓർക്കാറുണ്ടോ? താ നിശാഹ സ്മരതിക്കും, ആ നിശകളെ അദ്ദേഹം സ്മരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും വേറൊരുത്തി ചോദിച്ചു, ആ ദാശാർഹൻ യാദവ പ്രമുഖനായ ഭഗവാൻ തപ്തരായ ഞങ്ങളെ, ഈ ഭഗവാൻ തന്നെ ഉണ്ടാക്കി വെച്ച ഈ ശോകത്താൽ തപിക്കുന്നവരായിട്ടുള്ള ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിക്കൊണ്ടും ജീവിപ്പിക്കാനായിക്കൊണ്ടും അദ്ദേഹത്തിന്റെ സ്പർശാദികളെ കൊണ്ട് സന്തോഷിപ്പിക്കാനായിക്കൊണ്ടും ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത് പോലെ, മേഘങ്ങളെ കൊണ്ട് വർഷിക്കുന്നത് പോലെ ഞങ്ങൾക്ക് കാരുണ്യവർഷം ചൊരിഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇവിടെ വരുമോ എന്നൊരുത്തി ചോദിച്ചു. അപ്പോഴേക്കും വേറൊരുത്തി ചോദിച്ചു, എന്തിനു വരണം? അവിടെ രാജ്യം കിട്ടിയിരിക്കുന്നു, ശത്രുക്കളെയൊക്കെ കൊന്നിരിക്കുന്നു, ഇനിയിപ്പോൾ എന്താ വേണ്ട? നല്ല രാജകുമാരിമാരെ വിവാഹം കഴിച്ച് അവിടെ പ്രീതനായി സുഹൃത്തുക്കളാൽ സേവിതനായി സന്തോഷമായിട്ടിരിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണന് ഈ പ്രാകൃതരായിട്ടുള്ള ഈ ഗോപികമാരായിട്ടുള്ള നമ്മളെ കൊണ്ട് എന്ത് കാര്യം? എന്തെങ്കിലും നമ്മളെ കൊണ്ട് മെച്ചമുണ്ടെങ്കിലല്ലേ അദ്ദേഹം നല്ലതിനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യമുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പം നല്ലതാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം സുഖമായിരിക്കട്ടെ, ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് സുഖം കിട്ടിയാൽ മതി, അദ്ദേഹം സന്തോഷമായിട്ടിരിക്കട്ടെ. ഇങ്ങനെ മാറി മാറി അഭിപ്രായങ്ങൾ ഗോപികമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉദ്ധവൻ കേട്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് തൻ്റെ മനസ്സിൽ. ഇതെല്ലാം ചെന്ന് കൃഷ്ണനോട് പറയണം. ഇവരുടെ വിഷമങ്ങൾ, പരിഭവങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, ആകാംക്ഷകൾ എല്ലാം പറയാനുണ്ട്. അപ്പോഴേക്കും കുറച്ചുകൂടി വിവരമുള്ള ഒരു ഗോപി, അല്ലെ, എള്ളലിക്ക് വെച്ച് നല്ല വിവരമുള്ള ഒരു ഗോപി എല്ലാവരും കേൾക്കെ പറയണു. കിമസ്മാഭിർവനൗ ഗോപിഃ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥഃ കൃതാത്മനഃ.
കിമസ്മാഭിർവനൗഗോഭിഃ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥഃ കൃതാത്മനഃ. അപ്പോ കിം അസ്മാഭിഃ വനൗഗോഭിഃ, വനൗഗോഭിഃ, വനൗഗസ് എന്ന് പറഞ്ഞാൽ വനവാസി എന്ന് വെച്ചാൽ ഇവിടെ വൃന്ദാവനം ഒരു ഗ്രാമാന്തരമാണല്ലോ. ഘോഷം വ്രജം എന്നൊക്കെ പറയുന്ന വനമാണ്. അപ്പൊ വനവാസികളായ പ്രാകൃതരായ അസ്മാഭിഹി കിം, നമ്മളെ കൊണ്ട് ഭഗവാൻ എന്ത് പ്രയോജനമാണുള്ളത്? അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നേട്ടം നമ്മളെ കൊണ്ടുണ്ടോ? നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കാൻ നമ്മുടെ ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന് സന്തോഷത്തിന്റെ കുറവുണ്ടോ? ഏതെങ്കിലും കുറവ് അദ്ദേഹത്തിനുണ്ടെങ്കിലല്ലേ നമ്മളെ കൊണ്ട് നികത്താൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ അതുണ്ടെങ്കിൽ. അപ്പൊ വനവാസികളായിട്ടുള്ള നമ്മളെ കൊണ്ട് എന്ത് കാര്യം? നമ്മളെ കൊണ്ട് മാത്രമല്ല, അന്യാഭിഹീവ, അന്യാഭിഹി എന്ന് പറഞ്ഞാലോ ആ മധുരാപുരിയിലെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാലോ, ഇനി ദേവസ്ത്രീകളാലോ, സാക്ഷാൽ മഹാലക്ഷ്മിയാലോ ഭഗവാൻ ഒരു കാര്യമില്ല. ആരെ കൊണ്ടും ഭഗവാൻ ഒരു പ്രയോജനമില്ല. ഭഗവാൻ ആരെയും ഡിപ്പെൻഡന്റ് അല്ല. ഭഗവാന്റെ ആ ഒരു പൂർണ്ണതയെ, ഭഗവാന്റെ എല്ലാറ്റിനും അതീതമായിരിക്കുന്ന അല്ലെ ഭഗവാൻ എന്ന ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഭാഗം. എന്താ പറയേണ്ടത്? ഭഗവാനെ കുറിച്ച് പറയണം മഹാത്മനഃ. ആ മഹാത്മാവായിട്ടുള്ള ഭഗവാന് നമ്മളെ കൊണ്ടോ മറ്റേതെങ്കിലും സ്ത്രീകളെ കൊണ്ടോ ഒരു കാര്യമില്ല. കാരണം ആളാരാ? ശ്രീപതിയാണ്. ശ്രീപതേഹേ. അപ്പൊ ശ്രീ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മി ദേവി എപ്പോഴും പിരിയാതെ ഭഗവാനെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്ത്രീയെ പോലും ഭഗവാൻ എത്ര മൈൻഡ് ചെയ്യുന്നുണ്ട് എന്നത് അല്ലേ നമുക്കറിയാം. പാലാഴി മദനത്തില് ലക്ഷ്മി ദേവി പൊങ്ങി വന്നതായിട്ടുള്ള സമയത്ത് എല്ലാവരും ലക്ഷ്മി ദേവിയുടെ മുമ്പിൽ പോയി കഴുത്ത് നീട്ടി നിൽക്കുമ്പോ അപ്പോഴും ഭഗവാൻ ലക്ഷ്മി ദേവിയെ ആഗ്രഹിക്കുന്നില്ല, ലക്ഷ്മി ദേവിയുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നില്ല, മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാനെ ലക്ഷ്മി ദേവി മാനിച്ചതുകൊണ്ട്, വരിച്ചതുകൊണ്ട്, സമ്മാനിച്ചതുകൊണ്ടാണ് ഭഗവാൻ ശരി ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടി, അതുകൊണ്ട് അങ്ങോട്ടും ഇരിക്കട്ടെ, അവളിന് വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാറത്ത് സ്ഥാനം കൊടുത്തു. അല്ലാതെ ഡിപ്പെൻഡൻസി കൊണ്ടല്ല. ലക്ഷ്മി ദേവി നീ എന്നെ വിട്ട് പിരിയല്ലേ കേട്ടോ, എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ എന്നുള്ള ആറ്റിറ്റ്യൂഡല്ല. ലക്ഷ്മി ദേവിയെ ഭഗവാൻ റെസ്പെക്ട് ചെയ്തതാണ്. തന്നെ റെസ്പെക്ട് ചെയ്തപ്പോ സ്ഥാനം കൊടുത്തു, മാനിച്ചു. ഇവിടെ ഇരുന്നോളൂ കേട്ടോ, ഇനിയിപ്പോ എന്റെ പതിവ്രതയായ പത്നിയായി എല്ലാവരും ബഹുമാനിക്കട്ടെ എന്ന മട്ടില് ഭഗവാൻ ഒരു സ്ഥാനം കൊടുത്തതാണ്. അല്ല ഭഗവാൻ ഡിപ്പെൻഡന്റ് അല്ല ആരെ? ലക്ഷ്മിയെ. അപ്പൊ ശ്രീപതേഹേ ആപ്തകാമസ്യ, അതാണ് അടിവരയിടേണ്ട പദം ഈ ശ്ലോകത്തില്. ഭഗവാന്റെ ആ ഒരു തത്വം സൂചിപ്പിക്കുന്ന പദമാണ് ആപ്തകാമസ്യ. ആപ്തം പ്രാപ്തം, കാമം എല്ലാ ആഗ്രഹങ്ങളും. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നവനാണ്, പ്രാപിച്ചിരിക്കുന്നവനാണ്. ഒരു ആഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാവാൻ വഴിയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? കയ്യിലില്ലാത്തത് എന്ന് തോന്നുന്ന വസ്തുക്കളെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ, അല്ലേ? എനിക്കൊരു തലയുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല. തല എപ്പോഴും ഉണ്ട്. ആ തല കൊണ്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? കണ്ണ് കാണാത്തവർക്ക് വേണമെങ്കിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കും. അതില്ലാത്തത് കൊണ്ടാണ്. നമുക്കിപ്പോൾ ഇല്ല, ചിറകുകളില്ല. നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം, എനിക്ക് 2 ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ലാത്തത് കൊണ്ടാണ്. 2 കൊമ്പുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കാം. അപ്പം അതുപോലെ മറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതായിട്ടുള്ള കുറേ ധനമുണ്ടായിരുന്നെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഇന്ന പദവി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, ഇന്ന ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കേണ്ടത്. ഇല്ലാത്തത് ഉള്ളതിനെ തന്നെ ആരെങ്കിലും ആഗ്രഹിക്കുമോ? 2 കൈയുള്ള നമ്മൾ 3-ാമത്തെ 4-ാമത്തെ കൈ വേണമെന്ന് ആഗ്രഹിക്കുമോ?
കയ്യിൽ 5 വിരലുകൾ പ്രോപ്പറായിട്ടുള്ളപ്പോൾ ഇനി 6ാമത്തെ 7ാമത്തെ വിരൽ വേണമെന്ന് ആഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം അത് ഭാരമായിട്ട് മാറും, അതൊരു തടസ്സമായി മാറും, അത് മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായി തീരും. അപ്പോൾ ആവശ്യത്തിനുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് അതൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല. വസ്ത്രങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് മാറി മാറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആഭരണങ്ങൾ മാറി മാറി ധരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊതിക്കുന്നത്. ഭക്ഷണം നമ്മൾ വിശക്കുമ്പോഴൊക്കെ ആഗ്രഹിക്കുന്നു, വെള്ളം കുടിക്കുന്നത് ദാഹിക്കുമ്പോഴൊക്കെയാണ്. വസ്ത്രത്തിന്റെ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അധികം വസ്ത്രമൊന്നും ആഗ്രഹിക്കില്ല. ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങിച്ച് ശേഖരിക്കുന്നത്. ഓരോ ദിവസം ഓരോ സാരി ഉടുക്കണം, അല്ലെങ്കിൽ ഓരോ ചുരിദാർ ഉടുക്കണം, ഓരോ ദിവസം ഓരോ ആഭരണങ്ങൾ ധരിക്കണം. ഇതൊക്കെ ചില ആളുകളുടെ പ്രാന്താണ് അല്ലേ? പണ്ടൊന്നും ഇങ്ങനെയുള്ള വർണ്ണവൈവിധ്യങ്ങളുള്ള വസ്ത്രങ്ങളേ ഉണ്ടായിരുന്നില്ല. ഒന്നിച്ച് എന്താ പറയുക, ഒരു മല്ലിൻ്റെ കുത്ത് വാങ്ങിക്കുക ചെയ്യാം അല്ലേ? എത്രയോ മീറ്ററുകളുള്ള ഒരു കുത്ത് മല്ല് വാങ്ങിച്ചിട്ട് ആ മല്ല് തന്നെ മുണ്ടും, അത് തന്നെ ഉത്തരീയം ആയിട്ട് വേഷ്ടിയായിട്ട്, അത് തന്നെ റൗക്കയായിട്ട്, അത് തന്നെ ഉള്ളിൽ ഇന്നർ ബോഡീസായിട്ട്, ഇതൊക്കെ നമ്മുടെ അമ്മമാർ ഒരേ സാധനം തന്നെ തുന്നുന്നു. അതുകൊണ്ട് അത് എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. 2 ഉണ്ടെങ്കിലും ഒപ്പിക്കാം. പലർക്കും 2 ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ വർഷത്തിൽ 4 3 എടുക്കും. അതുകൊണ്ട് 1 2 വർഷം കഴിച്ചു കൂട്ടും. ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് നിറവുണ്ടായിരുന്നു, അവർക്കത് വേണമെന്ന് തോന്നിയിരുന്നില്ല അല്ലെ? ഇന്നിപ്പോൾ വേണമെന്ന് തോന്നുന്നത് ഇന്നത്തെ ലോക സ്വഭാവം, പരസ്യങ്ങളുടെ ആധിക്യം. ആ പരസ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ന്യൂനത തോന്നിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല കേട്ടോ, അവളുടെ കയ്യിലുണ്ട്, മറ്റവളുടെ കയ്യിലുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കുറവുണ്ട്. നിങ്ങൾക്ക് കുറവുണ്ട് എന്ന് നിങ്ങളല്ല കരുതുന്നത്, നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കുറവുണ്ട് 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 എന്ന് പറയാനുള്ളതാണ് എല്ലാ പരസ്യങ്ങളും. ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് സുഖമുള്ളൂ, ഇതുണ്ടെങ്കിലേ സുഖമുള്ളൂ, ഇതുണ്ടെങ്കിലേ നിങ്ങൾ കേമനായുള്ളൂ, അതുകൊണ്ട് സ്വന്തമാക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് നമ്മളെ വലയിൽ വീഴ്ത്തുകയാണ് എല്ലാ പരസ്യങ്ങളുടെയും രഹസ്യം. നമ്മളതിൽ വീണു പോകുന്നു. കുറച്ചൊന്ന് മാറി ചിന്തിച്ചാൽ, നമുക്കത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ ഒന്നും ആവശ്യമില്ലാത്തതാണ്. ആവശ്യമില്ലാത്ത ഭാരം ചുമക്കുകയാണ് നമ്മൾ. വീട് നിറച്ച് സാധനങ്ങളുണ്ട്, എന്നിട്ടും പിന്നെയും നമ്മൾ വാങ്ങിച്ചു കൂട്ടും. ഏത് സാധനം, വസ്ത്രമാണെങ്കിലും ആഭരണമാണെങ്കിലും ചെരുപ്പാണെങ്കിലും വീട്ടിലുള്ള ഫർണിച്ചറാണെങ്കിലും അല്ലേ? പണ്ടത്തെ പോലെയല്ല എല്ലാ കാര്യങ്ങളും. അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് ആപ്തകാമസ്യ ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥ കൃതാത്മനഃ. അപ്പൊ നമ്മളെ കൊണ്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു ആപ്തകാമസ്യ, എല്ലാ കാമങ്ങളും പൂർത്തീകരിച്ചവൻ. അദ്ദേഹത്തിന് ഇനി ഒരു കാമം ഉണ്ടാവാൻ വഴിയില്ല, കാരണം അത്രയും ഫുള്ളാണ്. നമ്മൾ എങ്ങനെയാണോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് മൂക്കറ്റം പായസവും കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു തുള്ളി പായസം അകത്ത് പോകാൻ വഴിയില്ല, മൂക്കിലൂടെ ഒറ്റി വരിക. ഇപ്പൊ ഛർദിക്കാൻ വരണു ഉള്ളിൽ നിറഞ്ഞിട്ട്. ആ അവസ്ഥയിലായിക്കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാലടപ്രഥമൻ ഒരു ഗ്ലാസ് തരട്ടെ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാവുമോ? വേണമെന്ന് പറയുമോ? അയ്യോ വേണ്ടേ വേണ്ട, മദ്യമായിട്ടിരിക്കുകയാണെന്നാ പറയുക. അവിടെയാണ് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ആപ്തകാമന്മാരാണ്. അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആവശ്യമാണ്. ശരീരത്തിന്റെ ഒരു കാമത്തെ നമ്മൾ, വിശപ്പ് എന്നുള്ള കാമത്തെ നമ്മളവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ മനസ്സിന്റെ വിശപ്പ്, ആ മനസ്സിന്റെ വിശപ്പാണ് എല്ലാ കാമങ്ങളും എല്ലാ ആശകളും. അത് എപ്പോഴേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ? അത് ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ആ ബോധം ഉറയ്ക്കുമ്പോഴേ പറ്റുള്ളൂ.
അല്ലാതെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും നിങ്ങളുടെ മനസ്സിന്റെ ആശകളെ അഥവാ വിശപ്പിനെ പൂർത്തീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഈ ഭൂമിയുടെ മുഴുവൻ സാർവഭൗമ ചക്രവർത്തി ആയാലും നിങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ലെങ്കിലും എല്ലാവരും നിങ്ങളുടെ കാൽക്കീഴിൽ നിങ്ങളുടെ സേവകരായി നിൽക്കുകയാണെങ്കിലും ഈ ഭൂമിയിൽ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടെങ്കിലും പിന്നെ നിങ്ങൾ നോക്കുന്നത് മറ്റ് ഊർധ്വലോകങ്ങളിലേക്കാണ്. നമ്മളെക്കാൾ വെൽ ഓഫാണ് മുകളിലിരിക്കുന്ന ഗന്ധർവന്മാർ, അല്ലെങ്കിൽ ദേവന്മാർ, അല്ലെങ്കിൽ ദേവേന്ദ്രൻ, അല്ലെങ്കിൽ ബൃഹസ്പതി, അല്ലെങ്കിൽ ബ്രഹ്മദേവൻ. ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നിസ്സാരന്മാരാണ്, ചെറിയവരാണ് എന്നുള്ള ആ ഇൻഫീരിയോറിറ്റി നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരുന്നു. നമ്മൾ ചെറുതാണ്, അപൂർണരാണ്, ഇനിയും നേടാനുണ്ട്, ഇനിയും വെട്ടിപ്പിടിക്കാനുണ്ട്, ഇനിയും ഉയരാനുണ്ട് എന്നുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നു. അതിങ്ങനെ എത്ര പോയാലും തീരാൻ പോകുന്നില്ല. അങ്ങനെ പൊങ്ങി ബ്രഹ്മാവിന്റെ പദവിയാണെങ്കിലും പിന്നെയും അനേക ബ്രഹ്മാണ്ടങ്ങൾ അപ്പുറത്തുണ്ട്. ഒരു ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ആധിപത്യം മാത്രമേ ഉള്ളൂ. അപ്പൊ മറ്റു ബ്രഹ്മാണ്ടങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ ഞാൻ ഇതൊന്നിന്റെ മാത്രം ഉടമസ്ഥനാണല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ മാത്രം മാനേജറാണല്ലോ, മറ്റ് ബ്രഹ്മാണ്ടങ്ങളൊക്കെ എൻ്റെ കൈവിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ്, അതിൻ്റെയൊക്കെ ആധിപത്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വേണമെങ്കിൽ ബ്രഹ്മാവിനും ചിലപ്പോൾ തോന്നാം. ബ്രഹ്മാവിന് ജ്ഞാനമുള്ളത് കൊണ്ട് എപ്പോഴും തോന്നില്ല, എപ്പോഴെങ്കിലും വിസ്മൃതി ഉണ്ടായാൽ തോന്നാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ലോകം മുഴുവൻ നമ്മുടെ കാൽക്കീഴിലാക്കിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സ് അപ്പോഴും ആശിച്ചുകൊണ്ടേയിരിക്കും. ആശ എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തത് ദിക്കുകളുടെ പര്യായമാണ് ആശ. അറ്റമില്ലാത്തത്, അന്തം കാണാത്തത്. നിങ്ങൾക്ക് പോയിക്കൊണ്ടേയിരിക്കാം. തെക്കോട്ട് പോയാൽ തെക്കോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കാം, അറ്റം കാണാൻ പറ്റില്ല. തെക്ക് എന്നുള്ളത് നമ്മൾ ആ തെക്കോട്ടേക്ക് അഭിമുഖമായിട്ട് മുന്നോട്ട് നടന്നാൽ പിന്നെയൊക്കെ തെക്ക് തന്നെയാണ്. നമ്മൾ വടക്കോട്ട് തിരിഞ്ഞ് അഭിമുഖമായി നിന്നാൽ വടക്ക് മുഴുവൻ വടക്ക് തന്നെയാണ്. നമ്മൾ ഭൂമിയെ ചുറ്റി കറങ്ങി വന്നാലും അപ്പോഴും വടക്ക് വടക്കായിട്ട് തന്നെ ഇരിക്കും. ഒരു സാപേക്ഷികമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ആശ എന്ന് പറഞ്ഞ ദിക്കിന് അറ്റമില്ലാത്തത് എന്ന് പറയും പോലെ നമ്മുടെ മനസ്സിലെ ആശകൾക്ക് ഒരിക്കലും അറ്റം കാണാൻ പറ്റില്ല. നമ്മൾ ദേഹാഭിമാനികളാണെങ്കിൽ, അജ്ഞരാണെങ്കിൽ. അപ്പം അതിനെന്ത് വേണം? അതിനാണ് നമ്മൾ ആരാന്ന് തിരിച്ചറിയുന്നത്, ഈ ആത്മജ്ഞാനം നേടുന്നത്. അഹം ബ്രഹ്മാസ്മി, അഹം പൂർണോസ്മി, അനന്തോസ്മി, സച്ചിദാനന്ദ സ്വരൂപോസ്മി, സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. ഇതാണ് എൻ്റെ സ്വരൂപം. ആ സ്വരൂപത്തെ നമ്മൾ വേണ്ട പോലെ അപരോക്ഷമായി സാക്ഷാത്കരിക്കണം. മുമ്പ് പറഞ്ഞ ആ അപരോക്ഷ അനുഭവം, അതാണ് ഇവിടെ ഭഗവാനെ കുറിച്ച് ആ അനുഭവമുള്ള ആളാണ് ആപ്തകാമനായിരിക്കുന്ന ഭഗവാൻ. അപ്പൊ ശ്രീപതി, ലക്ഷ്മീപതിയും സർവ പ്രകൃതിയിലെ സകലവും തന്റെ കസ്റ്റഡിയിലിരിക്കുന്നു. സ്വയം ആത്മസ്വരൂപനായി ആത്മബോധത്തിൽ ആത്മനിഷ്ഠനായിരിക്കുന്നു. ആപ്തകാമസ്യ പൂർണ്ണകാമസ്യ കൃതാത്മനഃ. കൃതാത്മനഃ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കൃതമാക്കിയവൻ. ഇവിടെ ആത്മാശബ്ദത്തിന് മനസ്സ് എന്നർത്ഥം. അപ്പൊ മനസ്സിനെ വേണ്ട പോലെ പാകപ്പെടുത്തിയവൻ, മനസ്സിന്റെ ആശകളെ ജയിച്ചവൻ, മനസ്സിനെ അടക്കിയവൻ. ഇപ്പൊ മനസ്സ് ബഹിർമുഖമായി പോയിക്കൊണ്ടിരിക്കുന്നില്ല, ബാഹ്യവസ്തുക്കളിലേക്ക് ഭ്രമിച്ചുകൊണ്ട് അലയുന്നില്ല. അങ്ങനെ എല്ലാ ചിത്തവൃത്തികളും ബാഹ്യവൃത്തികളും അടങ്ങി കൃതകൃത്യതയോടുകൂടെ തൃപ്തി എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നതാണ് ഇവിടെ കൃതാത്മനഃ, തൃപ്തസ്യ. അപ്പൊ തൃപ്തസ്യ ഭഗവതഃ അസ്മാഭിഃ
കിമർത്ഥഃ ക്രിയേത എന്നാണ്. കിമർത്ഥഃ എന്ത് പ്രയോജനം ക്രിയേത ചെയ്യപ്പെടുന്നു, എന്ത് പ്രയോജനം ചെയ്യാൻ പറ്റും? ഭഗവാന്റെ കാര്യം മാത്രമല്ല, ഭഗവാനെ ഭജിച്ച് ഉത്തമ ഭക്തന്മാരായവരും ജ്ഞാനികളായവരും സിദ്ധന്മാരായിട്ടുള്ളവർ പോലും ഒന്നും കാമിക്കുന്നില്ല. അപ്പൊ പിന്നെ ഭഗവാന്റെ കാര്യം പറയാനുണ്ടോ? അല്ലേ? നാറാണത്ത് ഭ്രാന്തനോട് ആ ഭദ്രകാളി നിർബന്ധിച്ച് ചോദിച്ചു, എൻ്റെ പ്രീതിക്ക് പാത്രമായിട്ടുള്ളവർക്ക് ഞാൻ എന്തെങ്കിലും വരം കൊടുക്കാതെ പോവില്ല, അതെന്റെ വ്രതമാണ്, എന്തെങ്കിലും വരം ചോദിക്കൂ. അപ്പോഴാണ് ആദ്യം ഭദ്രകാളിയെ തന്നെ കളിയാക്കാനുള്ള ധൈര്യത്തോടുകൂടെ അല്ലേ അദ്ദേഹം ചോദിച്ചു, എൻ്റെ മരണം എന്നാണ്, എപ്പോഴാണ്, അതൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഭദ്രകാളി അല്ലേ സർവജ്ഞയാണ്, ത്രികാലജ്ഞയാണ്, ദൈവജ്ഞയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആയുസ് തീരുന്ന സമയം ഇത്രയാണ്, ഈ ശരീരം വീണുപോകുന്ന സമയം ഇത്രയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, നിങ്ങൾ വരം തരണമെന്ന് നിർബന്ധിക്കുകയല്ലേ, ആ പറഞ്ഞതിൽ നിന്ന് ഒരു ദിവസം അങ്ങോട്ടാക്കി തരണം. അതെന്നെ കൊണ്ട് പറ്റില്ല, അതെന്റെ വകുപ്പിൽപ്പെട്ടതല്ല. എന്നാ ഒരു ദിവസം മുമ്പേ ആക്കി തരാൻ പറ്റുമോ? അതും പറ്റില്ല. അങ്ങയുടെ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ആ സമയത്തെ മാറ്റാൻ ഞാൻ ശക്തയല്ല. അങ്ങയുടെ പ്രാരബ്ധം അങ്ങനെയാണ് അങ്ങേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്, അങ്ങയുടെ കർമ്മങ്ങൾ ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നിസ്സഹായയാണ്. പിന്നെന്തിനാ ഇപ്പൊ ഈ വരം? എന്നാ വേറെന്തെങ്കിലും വരം ചോദിക്കൂ എന്ന് പറഞ്ഞ് പിന്നെയും നിർബന്ധിച്ചു. അപ്പോഴാണ് ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യം ചോദിച്ചത്. എന്താണ്? തന്റെ ഇടത് കാലിലിരുന്ന മന്തിനെ വലത് കാലിലാക്കി തരാൻ പറഞ്ഞത്. നല്ല പ്രയോജനമുണ്ടോ? തന്റെ പ്രാരബ്ധം താൻ തന്നെ ചുമക്കണം. തനിക്ക് ഓൾറെഡി മന്തുണ്ട്, അത് ഇടത് കാലിലായിരുന്നു, അത് വലത് കാലിലേക്ക് ആക്കി തരാൻ പറഞ്ഞു. കഥയിൽ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിന്റെ പുറകെ പോകരുത്, അതിന്റെ തത്വത്തിലേക്ക് പോകുക. അല്ലല്ല സ്വാമിജി, ഞാൻ വായിച്ചിട്ടുണ്ട്, വലത് കാലിലായിരുന്നു നാരായണത്ത് ഭ്രാന്തന്റെ മന്ത്, അത് ഇടത് കാലിലേക്ക് ആക്കാനാണ് പറഞ്ഞത്, ഞാൻ വായിച്ചിട്ടുണ്ട്. പറയിരറ്റ പന്തീരുകുലം ഐതിഹ്യമാലയിൽ ഞാൻ പല പ്രാവശ്യം വായിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ആയിക്കോളൂ, വലത് കാലിൽ നിന്ന് ഇടത് കാലിലേക്കാക്കിയാലും ഇടത് കാലിൽ നിന്ന് വലത് കാലിലേക്കാക്കിയാലും തനിക്കൊരുപോലെയാണ് എന്ന് പറഞ്ഞ ആ നാരായണത്ത് ഭ്രാന്തന്റെ അറിവിനെയാണ്, ആ ജ്ഞാനത്തെയാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത്. അല്ലാതെ ഏത് കാലിൽ നിന്ന് ഏത് കാലിലേക്ക് ആക്കി എന്നുള്ളത് അതൊരു സാങ്കത്യമുള്ളതല്ല. ഇത്രയേ ഉള്ളൂ തനിക്ക്. അപ്പോൾ മഹാജ്ഞാനിയായിരുന്ന അദ്ദേഹം, സ്ഥിതപ്രജ്ഞനായിരുന്ന അദ്ദേഹം, ആ സ്ഥിതപ്രജ്ഞനെയാണ് നമ്മൾ ഭ്രാന്തന്മാരെന്ന് വിളിച്ചത്. യഥാർത്ഥ ഭ്രാന്തന്മാർ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാണ്. യഥാർത്ഥ ഭ്രാന്തന്മാരാരാണ്? നമ്മളാണ്. ഭ്രമം ആണ് ഭ്രാന്ത്. എന്താ ഭ്രമം? മിഥ്യയെല്ലാം സത്യമായി തോന്നുന്നത് തന്നെയാണ് ഭ്രമം. താൻ ആരാണെന്നുള്ള അറിവില്ലായ്മയാണ് ഭ്രമം. അപ്പൊ നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല എന്ന് കാണുന്ന ആളാണ് നാരായണത്ത് ഭ്രാന്തൻ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ്. നമുക്ക് രാത്രി പോലെ ഇരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് പകല് പോലെയും, നമുക്ക് പകല് പോലെയുള്ളതെല്ലാം അദ്ദേഹത്തിന് രാത്രി സമാനമായിട്ടും ഇല്ലാത്തതായിട്ടും ശൂന്യമായിട്ടും കാണുന്നതും. ആ അവസ്ഥയിൽ യഥാർത്ഥ സ്ഥിതപ്രജ്ഞനായ മഹാത്മാവിനെ ലോകം വിളിച്ചു ഭ്രാന്തൻ. ആരാ ഭ്രാന്തൻ? ആർക്കാ ഭ്രാന്ത്? ഈ സംസാര വിഷയങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ട് ഓടി നടക്കുന്ന, രാവിലെ എഴുന്നേറ്റ് തെക്കും വടക്കും ഓടുന്ന പട്ടികളെ പോലെ അല്ലേ? നായിക്ക് പണിയുമില്ല, ഇരിക്കെ പൊറുതിയില്ല എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ഓടിക്കൊണ്ടിരിക്കേണ്ടത് നമ്മൾ. അപ്പോ പറഞ്ഞു വന്നത് ആപ്തകാമസ്യ
കൃതാത്മനഃ കിം അർത്ഥഃ ക്രിയേത. നമ്മുടെ ഏത് കണ്ടിട്ടാണ് ഭഗവാൻ നമ്മളിൽ ഭ്രമിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഭഗവാനെ ആകർഷിക്കാനോ സന്തോഷിപ്പിക്കാനോ സുഖിപ്പിക്കാനോ ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇത് വേണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അത് നമ്മൾ തന്നെ ഇവിടുന്ന് തന്നെ പല പ്രാവശ്യം കണ്ടതാണല്ലോ, അല്ലേ? ഭഗവാൻ രാസക്രീഡാ സമയത്ത് എല്ലാവരും വന്ന് ഭഗവാനെ സന്തോഷിപ്പിച്ച് ഭഗവാൻ അവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്തർദാനം ചെയ്തത്. ആരെങ്കിലും ലൗകികന്മാരായ ഏതെങ്കിലും പുരുഷന്മാർ ചെയ്യുന്ന പണിയാണോ? അല്ലേ? ഈ കിട്ടിയ സുവർണാവസരത്തെ പരമാവധി എങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാതെ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തെ, എല്ലാറ്റിനും അതീതനായിരിക്കുന്ന അവസ്ഥയല്ലേ കാണിച്ചു തന്നത്? അപ്പോൾ ഒരു ഗോപികമാരോടും അദ്ദേഹത്തിന് ഒരു വിധേയത്വവും ഒരു അടിമത്വവും ഒരു ആശ്രയത്വവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇത് കൃഷ്ണന്റെ കഥകൾ പറയുമ്പോൾ പലയിടത്തും ഈ ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ ശൃംഗാര ചേഷ്ടകളൊന്നും അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കാൻ, ഇളക്കാൻ സാധിച്ചിട്ടില്ല. 16,008 ഭാര്യമാരുണ്ടായിക്കോട്ടെ, എത്രയോ ലോകസുന്ദരികളായിക്കോട്ടെ, അവരൊക്കെ എന്തൊക്കെ ചേഷ്ട കാണിച്ചോട്ടെ, ഏതൊക്കെ രീതിയിൽ ഭഗവാനെ ആകർഷിക്കാനായിട്ട് കണ്ണും മൂക്കും നാവും പറഞ്ഞ പോലെ ചുണ്ടും ഒക്കെ അനക്കിക്കോട്ടെ, അവരുടെ എന്ത് ചേഷ്ട കാണിച്ചാലും അതുകൊണ്ടൊന്നും ചലിക്കുന്ന മനസ്സോട് കൂടിയവനല്ല ഭഗവാൻ. താൻ ആരെന്നുള്ള ബോധത്തില് ഉറച്ചിരിക്കുന്ന അച്യുതനാണ്. അപ്പോ ആ ആപ്തകാമസ്യ കൃതാത്മനഃ ശ്രീപതേഹേ കിമർത്ഥഃ ക്രിയേത. നല്ല ബുദ്ധിയുള്ള തത്വവിചാരം ചെയ്യുന്ന ഒരു ഗോപി മറ്റുള്ള ഗോപികമാരോടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് ഭഗവാന് നമ്മളെ കൊണ്ട് ഒരു ആവശ്യവുമില്ല, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വരാം, വരാതിരിക്കാം, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. വന്നാൽ നമുക്ക് അനുഗ്രഹം, വന്നില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തിനെ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ധ്യാനിക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനൊന്നും നേടാനും നഷ്ടപ്പെടാനും ഇല്ല നമ്മളിൽ നിന്നും. അദ്ദേഹം അത് വ്യക്തമായി അർജുനനോട് വിളിച്ചു പറഞ്ഞു, അല്ലേ? നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. എനിക്ക് 3 ലോകങ്ങളിലും ഒരു കർത്തവ്യവുമില്ല. ആർക്കാണ് കർത്തവ്യമുള്ളത്? പ്രാപ്തവ്യമുള്ളവർക്കാണ് കർത്തവ്യമുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാപിക്കാൻ, അത് അപരമായിട്ടുള്ള വസ്തുവാണെങ്കിൽ അത് പ്രാപ്തവ്യം. അപരം ചേത് പ്രാപ്തവ്യം. ഉപനിഷത്ത് പറയുന്നതാണ്. പരം ചേത് ജ്ഞാതവ്യം. പരമായിട്ടുള്ള വസ്തുവാണെങ്കിലോ അതിനെ പ്രാപിക്കുകയല്ല വേണ്ടത്, അത് ജ്ഞാതവ്യം. ജ്ഞാതവ്യം അറിയേണ്ടതാണ്. അപ്പൊ പരമായിട്ടുള്ള ആ ആത്മാവിനെ കുറിച്ച് പ്രാപിക്കുകയാണോ വേണ്ടത്? ആത്മസാക്ഷാത്കാരം എന്നുള്ള പദമൊക്കെ ഒരു വികലമായ പദമാണ്. നമ്മുടെ ഗുരുനാഥൻ ഉപയോഗിക്കില്ല, ദയാനന്ദ സ്വാമികൾ ഉപയോഗിക്കില്ല. റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത് കടം കൊടുത്തത് തിരിച്ച് മേടിക്കുന്നതിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുക. ഒരു ബാഹ്യമായിട്ടുള്ള വസ്തു തിരിച്ചു പിടിക്കുന്നതിനെയാണ് റിയലൈസേഷൻ. ഇവിടെ എവിടെയും പോയിട്ടില്ലേ? പോകാത്തതിനെ എങ്ങനെയാ നിങ്ങൾ തിരിച്ചു പിടിക്കുക? അപ്പൊ സിദ്ധസ്യ സിദ്ധിയാണ്. അപ്പൊ അവിടെ ആകെ കൂടി ഒരു റെക്കഗ്നിഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നമുക്ക് മറഞ്ഞിരുന്ന വസ്തുവിനെ നമ്മൾ തിരിച്ച് അറിയുന്നു. ഒരു റെക്കഗ്നിഷൻ മാത്രമാണ്. ഇന്നതാണ്, ഇതെന്റെ സ്വരൂപമാണ് എന്നുള്ള അറിവാണ് അവിടെ വേണ്ടത്. അപ്പൊ പരം ചേത് ജ്ഞാതവ്യം. പരം എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആത്മാവിനെ അറിയേണ്ടതാണ്, അത് പ്രാപിക്കേണ്ടതല്ല. പ്രാപിച്ചാൽ നഷ്ടപ്പെടും.
അത് കർമ്മഫലമാണെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോകും. കർമ്മം കൊണ്ട് നേടുന്നതെല്ലാം ലിമിറ്റഡ് ആണ്. കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ലിമിറ്റഡ് ആണ്. കാല, ദേശ, അധികാരി, വസ്തു, ഇതെല്ലാം ഒരുപാട് ദ്രവ്യങ്ങൾ, ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നതാണ് കർമ്മം. ആ കർമ്മം കൊണ്ട് നേടുന്നതെല്ലാം നശിച്ചു പോകാനുള്ളതാണ്, നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്. അതുകൊണ്ട് ഭൗതികങ്ങളായ വസ്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് പ്രാപിക്കാനുള്ളതാണ്. അപരം ചേത് പ്രാപ്തവ്യം, പരം ചേത് ജ്ഞാതവ്യം. ഇതൊരു മന്ത്രം, ഇത് വേദമന്ത്രം, ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചോളൂ. അപ്പോൾ നമ്മൾ ആത്മാവിനെ അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അന്വേഷിക്കുന്ന ആളുടെ സ്വഭാവം, സ്വരൂപം തന്നെയാണ് ആത്മാ. നാം നമ്മെ തന്നെയാണ് തിരയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് ആപ്തകാമ, കൃതാത്മാ, ശ്രീപതി, അങ്ങനെയുള്ള മഹാത്മാ അദ്ദേഹത്തിന് ഈ വനവാസികളായ നമ്മളെ കൊണ്ടോ, ഇനിയിപ്പോൾ മധുരാപുരവാസികളായിട്ടുള്ള സുന്ദരിമാരെ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവതകളെ കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. അവരെ കൊണ്ട് അദ്ദേഹത്തിന് ഒന്നുകൂടെ സുഖമൊന്ന് കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല, അല്ലെ? കുറച്ചുകൂടി ബെറ്റർ സുഖം ഞങ്ങൾ തരാമെന്ന് കൊടുക്കാൻ. കാരണം അനന്തമായിട്ടുള്ള സുഖം അനുഭവിക്കുന്ന ഒരാൾക്ക് അതിലെന്ത് കൂട്ടിയാലും അത് അനന്തതയ്ക്ക് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഭഗവാന്റെ സ്വരൂപം തന്നെ അനന്തമാണ്. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. ആനന്ദം തന്നെയാണ് ആനന്ദം. അനന്തവും ആനന്ദവും പര്യായ ശബ്ദങ്ങളാണ്. അനന്തത്തിലേ ആനന്ദമുള്ളൂ. നാൽപേ സുഖമസ്തി യത് ഭൂമാ തത് സുഖം. ഭൂമാവിലാണ് സുഖം. ഭൂമാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, അളവില്ലാത്തത്, ബ്രഹ്മം. അതാണ് സുഖം. നാൽപേ സുഖമസ്തി. അല്പമായിട്ടുള്ള ഒന്നിലും സുഖമില്ല. പരിമിതമായതാണ് അല്പം. അപ്പം അതുകൊണ്ട് പരിമിതിയാണ് ദുഃഖം. പറഞ്ഞു വന്നത്, ഭഗവാന് നമ്മളെ കൊണ്ടൊന്നും ഒരാവശ്യവുമില്ല എന്നുള്ള സത്യം ഒരു ഗോപി തിരിച്ചറിഞ്ഞ് എല്ലാവരോടും പറയുകയാണ്. എല്ലാവർക്കും അത് തത്വബോധം ഉണ്ടാവട്ടെ, അല്ലേ? ഗോപികമാർക്ക് ഉണ്ടായോ ഉണ്ടായില്ലയോ, കേൾക്കുന്ന നമുക്ക് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഗോപികമാർക്ക് ഉണ്ടാവുന്നുണ്ട്. നമുക്കാണ് അതിൻ്റെ പ്രയോജനം വേണ്ടത്. നമ്മളാണ് ഈ ഉപദേശമൊക്കെ, അല്ലെങ്കിൽ ഇവിടെ ഗോപികമാർ തമ്മിലുള്ള സംവാദമാണെങ്കിലും അവരുടെ വാക്കുകൾ നമുക്കും പ്രയോജനമുള്ളവയാണ്. ഓക്കെ. പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗള തജ്ജാനതീനാം നഹ കൃഷ്ണേ തദാപ്യാസാദുരത്യയാം. പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗള തജ്ജാനതീനാം ന കൃഷ്ണേ തദാപ്യാസാദുരത്യയാം. അപ്പോൾ വേറൊരു ഗോപിക, അവളും തത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയണത്. ഇവിടെ എന്താ പറയണത്? പരം സൗഖ്യം ഹി നൈരാശ്യം. നൈരാശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെസ്പറേറ്റ് എന്നുള്ള അവസ്ഥയ്ക്കല്ല, പിന്നെയോ ആശാരഹിതമായിട്ടുള്ള അവസ്ഥ, നിർഗതമായ ആശ. അതാണ് നിരാശ. സംസ്കൃതത്തിലെ നിരാശ നിർഗതമായ ആശ. ആശകൾ നിർഗതമായ അവസ്ഥ, അതാണ് നിരാശ. എല്ലാ ആശകളും പോയ അവസ്ഥ. ഇത് പാടിയതാരാണ്? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. നമ്മുടെ ഏകാദശ സ്കന്ധത്തില് 24 ഗുരുക്കന്മാരുടെ കഥ പറയുമ്പോൾ മിഥിലാപുരിയിലെ വിദേഹ രാജ്യത്തെ പിംഗള എന്ന് പറയുന്ന ഒരു വേശ്യ പാടിയതാണ്. അതിവിടെ പറയുന്നുണ്ട്. സ്വൈരിണി അപി ആഹ പിംഗള. ആ പിംഗള എന്ന വേശ്യ, സ്വൈരിണി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നവൾ, താൻ തോന്നി വേശ്യയായിരിക്കുന്നവൾ, സ്വൈരസഞ്ചാരം നടത്തുന്നവൾ, ഒരു എന്താ പറയുക, ഡിസിപ്ലിൻഡ് അല്ല, പതിവ്രതയോ സദാചാരമുള്ളവളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഗൃഹത്തിൽ ഏതെങ്കിലും ഭർത്താവിന് ഭാര്യയായി, കുട്ടികൾക്ക് അമ്മയായി, ഗൃഹിണിയായി ഒഴിഞ്ഞുകൂടുന്നവളല്ല.
സ്വതന്ത്രയായിരിക്കുന്നവൾ, ഏത് പുരുഷന്റെ കൂടെയും പോകാൻ തയ്യാറുള്ളവൾ, അവളാണ് സ്വൈരിണി. അപ്പൊ സ്വൈരിണി അഭി വേശ്യയായിട്ട് പോലും ആ പിങ്കള ആ പിങ്കള പറഞ്ഞു. പിങ്കളയ്ക്ക് ബോധോദയമുണ്ടായി. കാരണം അന്ന് മുഴുവൻ പകലും രാത്രിയും ആളുകളെ കാത്തിരുന്ന് തെക്കും വടക്കും ഉള്ളിൽ നടന്ന് ഗൃഹത്തിന്റെ അകത്തേക്കും പുറത്തേക്കും വരുന്നവരൊക്കെ എത്തി നോക്കിയിട്ട് വഴിയൂടെ പോകുന്നവരൊക്കെ തൻ്റെ അടുത്തേക്ക് വരുന്നു വിചാരിച്ചുകൊണ്ട് നോക്കിയിരുന്നു. ഒരാളും വന്നില്ല. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ബാക്കി ആ വിദേഹ രാജ്യത്തിലുള്ള എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾ മാത്രം അസ്വസ്ഥയായി ഉരുണ്ടും പെരണ്ടും എണീച്ചും നടന്നും വിഷമിക്കുകയാണ്. അപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇനി ഒരാളും വരാൻ ചാൻസ് ഇല്ല. റോഡൊക്കെ വിജനം, എല്ലായിടത്തും ഇരുട്ടും. ഇനി വരാൻ ചാൻസ് ഇല്ല, നേരം ഒരുപാട് വൈകി. പക്ഷെ നോക്കുമ്പോൾ എല്ലാ ഗൃഹങ്ങളിലും എല്ലാവരും ശാന്തരായി ഉറങ്ങുന്നു, വിളക്കുകളൊക്കെ കുറച്ചിട്ട്. അപ്പോഴാണ് അവൾക്ക് ഷോക്ക് പോലെ ആയത്. എന്താ തനിക്ക് മാത്രം ഉറക്കമില്ലാത്തത്? എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോൾ താൻ മാത്രം എന്താ ഉറങ്ങാത്തത്? അങ്ങനെ ആ ഷോക്ക് അവളെ ചിന്തിപ്പിച്ചപ്പോൾ അവൾ ഉത്തരം കണ്ടെത്തി. തൻ്റെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം തൻ്റെ ആശയാണ്. ഇപ്പൊ വരും തന്നെ സന്തോഷിപ്പിക്കാൻ, ധനം തരാൻ പുരുഷന്മാർ, സുന്ദരന്മാരായ പുരുഷന്മാർ വരും എന്നുള്ള അവരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ആ ഒരു ആശയാണ് തൻ്റെ ദുഃഖ കാരണം. അപ്പോൾ അവള് അവസാനം പാടും പോലെ പാടി. അതാണ് ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. പിങ്കളയുടെ ഒരു കൊട്ടേഷനാണ്, നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട കൊട്ടേഷനാണ്. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. നൈരാശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെസ്പറേഷൻ അല്ല, നിരാശയല്ല, നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്ന നിരാശയല്ല, ആശകളില്ലാത്ത അവസ്ഥ, ഒന്നിനും വേണ്ടി മനസ്സ് കൊതിക്കാതിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, ശാന്തമായിരിക്കുന്ന അവസ്ഥ, ഉള്ളതിൽ തൃപ്തി ഉണ്ടായിരിക്കുന്ന അവസ്ഥ, എതിർച്ചാലാപ സന്തുഷ്ടരായിരിക്കുക. അപ്പൊ ഇത് അഭ്യസിക്കേണ്ടതാണ്. ഈ എതിർച്ചാലാപ സന്തുഷ്ടി അഭ്യസിച്ച് അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒന്നിനും വേണ്ടിയ കൊതി ഉണ്ടാവാതിരിക്കും. ഉള്ളത് എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ ആശാഹി പരമം ദുഃഖം, ആശയാണ് പരമ ദുഃഖ കാരണം. നൈരാശ്യം, ആശാരഹിതമായിരിക്കുന്ന അവസ്ഥ, അത് പരമം സുഖം. അതാണ് കണ്ടെന്റ്മെന്റ്, അതാണ് സുഖം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. പരം സൗഖ്യം ഹി നൈരാശ്യം, നൈരാശ്യം പരമമായ സുഖാവസ്ഥയാകുന്നു. ഇതി സ്വൈരിണീ അപി, ആ വേശ്യയായിരുന്നിട്ട് പോലും പിങ്കള പറഞ്ഞു. തജ്ജാനദീനാം നഹ, നോക്കൂ, ഈ കാര്യം അറിയുന്നവരല്ലേ നമ്മളും. തജ്ജാനദീന, ഈ കാര്യം അറിയുന്നവരായ നഹ, നമ്മൾക്ക്. പക്ഷേ തദാപി, ഇങ്ങനെയൊക്കെ ആയിട്ടും, ഈ അറിവുണ്ടായിട്ടും, കൃഷ്ണേ ആശാദുരത്യയാ, കൃഷ്ണനോടുള്ളതായിട്ടുള്ള ആശയെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നില്ല, ഉപേക്ഷിക്കാനാവുന്നില്ല. കൃഷ്ണേ ആശ ദുരത്യയ, കൃഷ്ണനോടുള്ളതായിട്ടുള്ള പ്രേമം അല്ലെങ്കിൽ ആശ, ആഗ്രഹം, കൃഷ്ണനെ പ്രത്യക്ഷമായിട്ട് നമുക്ക് മാത്രമായിട്ട് എപ്പോഴും കിട്ടണം എന്നുള്ളതായിട്ടുള്ള ചിന്ത നമ്മളെ പരവശരാക്കുന്നു, നമ്മളെ ദുഃഖിതരാക്കുന്നു. അതുകൊണ്ട് കൃഷ്ണന്റെ മൂർത്തിയെ നമ്മുടെ മുമ്പിൽ എപ്പോഴും കിട്ടണം എന്നുള്ള ആശയെ ഉപേക്ഷിക്കുക. കൃഷ്ണനെ കൃഷ്ണന്റെ പാട്ടിന് വിടുക. കൃഷ്ണൻ വന്ന കാര്യങ്ങൾ നടത്തട്ടെ. കൃഷ്ണൻ വന്ന് അവതരിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യട്ടെ. നമ്മൾക്ക് കൃഷ്ണനുമായിട്ട് ഇനിയും എത്ര കാണാനും കേൾക്കാനും അനുഭവിക്കാനും പ്രാരബ്ധമുണ്ടോ, യോഗമുണ്ടോ, നമ്മളതിന് അർഹതയുള്ളവരാണോ, അപ്പോഴൊക്കെ കൃഷ്ണൻ വരട്ടെ, മൂർത്തിയായിട്ട് അപ്പോഴൊക്കെ വരട്ടെ. പക്ഷെ നമ്മൾ അറിയേണ്ടത് ആ കൃഷ്ണ തത്വമാണ്. കൃഷ്ണൻ ഇപ്പോ ഉദ്ധവന്റെ അടുത്ത് പറഞ്ഞു വിട്ടില്ലേ, ആ തത്വമാണ്. കൃഷ്ണൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആശ്രയമാണ്,
പരമകാരണമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നതും ആ കൃഷ്ണനിൽ നിന്നുണ്ടായ മെറ്റീരിയൽസ് കൊണ്ടാണ്, 24 തത്വങ്ങളെ കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലെ ഈ ചൈതന്യം, ആത്മാ, അത് കൃഷ്ണന്റെ തന്നെ അംശമാണ്. അത് കൃഷ്ണനുമായിട്ട് എപ്പോഴും കണക്റ്റഡാണ്. അത് കൃഷ്ണനിൽ നിന്ന് ഭിന്നമല്ല. കൃഷ്ണനാണ് നമ്മുടെ ഈ ശരീരമാകുന്ന മെഷീൻ പ്രവർത്തിക്കുന്നതിൻ്റെ പവർ ഹൗസ്. ആ പവർ ഹൗസുമായിട്ട് ഈ ചെറിയ ഉപകരണം ഡിസ്കണക്റ്റഡ് ആയാൽ ഇതിവിടെ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി വീഴും. അപ്പോൾ എപ്പോഴും നമ്മൾ കണക്റ്റഡാണ്. ആ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് ഇതൊക്കെ പറയുന്നതും നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കേൾക്കുന്നതും ആസ്വദിക്കുന്നതും എല്ലാം. നമ്മൾ ഓൾവേസ് കണക്റ്റഡാണ്. നമുക്ക് ഭഗവാനെ പിരിയാൻ സാധ്യമല്ല. ഈ സത്യം നമ്മൾ എപ്പോഴും ഓർക്കുക. നമുക്ക് ഭഗവാനെ പിരിയാൻ സാധ്യമല്ല. ഭഗവാൻ നമ്മളിൽ നിന്ന് ദൂരെയാണെന്ന് ചിന്തിക്കുന്ന നമ്മുടെ മനസ്സോ ബുദ്ധിയോ അത് അറിവില്ലായ്മ കൊണ്ട് ചിന്തിക്കുന്നതാണ്. അത് പ്രവർത്തിക്കുന്നത് പോലും, ഇങ്ങനെ വികലമായി ചിന്തിക്കുന്നത് പോലും, ഈ അറിവില്ലായ്മയെ പോലും പ്രകാശിപ്പിക്കുന്നതും ഭഗവാൻ നമ്മളോട് കണക്റ്റഡ് ആയതുകൊണ്ടാണ്. മത്തസ്മൃതിജ്ഞാനമപോഹനം ച, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് സ്മൃതിയും ജ്ഞാനവും അപോഹനവും എല്ലാം ഉണ്ടാകുന്നത്. എല്ലാ ഓർമ്മകളും, എല്ലാ പുതിയ അറിവുകളും, അതുപോലെ തന്നെ മറവും എല്ലാം. തത്വം മറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അപോഹനം. തത്വം പ്രകാശിക്കുന്ന അവസ്ഥയാണ് സ്മൃതി. ആ തത്വം അറിയുന്ന അവസ്ഥയാണ് ജ്ഞാനം. അപ്പൊ എന്നിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. മത്തസ്മൃതി ജ്ഞാനം. അപ്പൊ നമ്മൾ എപ്പോഴും ഭഗവാനുമായിട്ട് കണക്റ്റഡാണ്. ആ ഭഗവാനെ നമ്മൾ എവിടെയും ദൂരെ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവിടെ ചെന്ന് കാണേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മളാക്കി നിർത്തുന്ന തത്വമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, തജ്ജാനദീനാം നഹ, ഈ ഇതെല്ലാം അറിയുന്ന ആശയാണ് നമ്മൾ ദുഃഖകാരണം എന്ന് അറിയുന്ന, നൈരാശ്യമാണ്, ആശയില്ലാതിരിക്കലാണ് സുഖമെന്നറിയുന്ന നമ്മൾക്കും കൃഷ്ണന്റെ നേരെ ആശാദുരത്യയ, തരണം ചെയ്യാൻ പറ്റാത്ത ആശ നമ്മളെ, അതാണ് നമ്മുടെ വിഷമ കാരണം, നമ്മുടെ ദുഃഖ കാരണം. അപ്പോൾ തത്വമറിയായിക കൊണ്ടാണ്. കൃഷ്ണൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപമായിരിക്കുന്നു എന്നുള്ള ബോധം കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ആശ ഉണ്ടാവില്ല. ആ കൃഷ്ണമൂർത്തിയെ കണ്ടാലേ തൃപ്തിയാവുള്ളൂ എന്നില്ല, അല്ലേ? അപ്പോ ആ ആശയെ ഇല്ലാതാക്കാൻ എന്ത് വേണം? ഈ കൃഷ്ണൻ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നു, നമ്മുടെ തന്നെ സ്വരൂപമായിരിക്കുന്നു, നമ്മുടെ ആത്മാവായിരിക്കുന്നു, കൃഷ്ണൻ തന്നെയാണ് കാണുന്നതെല്ലാം, എൻ്റെ ശരീരവും എന്നുള്ള ബോധം അത് നിരന്തരമായി നിഷ്ഠയോടുകൂടി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നം ചെയ്യണം. ഈ ഒരു ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ ജ്ഞാനം ഇളകിക്കൊണ്ട് ഇരിക്കരുത്. ഈ ജ്ഞാനം ഇളകുന്നത് എപ്പോഴാണ്? നമ്മൾ ബഹിർമുഖരായി ലോകവിഷയങ്ങളെ സത്യമെന്ന് കരുതി ഭ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അതിൻ്റെ പുറകെ പോകുന്തോറും നമ്മുടെ ഉള്ളിലുള്ള ഈ ജ്ഞാനം ഇളകിക്കൊണ്ടിരിക്കും, മറഞ്ഞു പോകും. അപ്പൊ അതിനെന്ത് ചെയ്യണം? തസ്മാത്വം ഇന്ദ്രിയാണ്യാദൗ നിശമ്യ ഭരതർഷഭ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ അന്തർമുഖമാക്കുക, അടക്കുക. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആശയെ നമുക്ക് തരണം ചെയ്യാൻ എപ്പോഴും അന്തർമുഖരായി
ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ ഗുരുവായൂരിൽ കൊതിയായിട്ട് തൊഴാൻ പോകണു. അവിടെ ചെന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഭഗവാനെ കാണുന്നു. കണ്ട ഉടനെ എന്ത് ചെയ്യണു? മതിയാവോളം കണ്ടു കഴിഞ്ഞാൽ നല്ലോണം നോക്കി ആ മൂർത്തിയെ നല്ലോണം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആവഹിക്കുക, ഉള്ളിലേക്കാക്കുക. ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ആത്മാവായിട്ടുണ്ട് എന്നുള്ള അറിവോടുകൂടി അവിടെ നിന്ന് തിരിച്ചു വരിക. ആ അറിവിനെ നിരന്തരം നിലനിർത്താനായിക്കൊണ്ട് ഈ ഭാഗവതവും നാരായണിയും ഒക്കെ നിരന്തരം ശ്രവിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുക. ഇത് വിട്ടുപോയാലോ പിന്നെയും എന്തോ ശൂന്യത തോന്നും. ഗുരുവായൂർ ചെല്ലണം, കൃഷ്ണനെ കാണണം, ഭഗവാനെ കാണണം എന്ന് തോന്നും. അപ്പോൾ ചെന്നോളൂ, വെച്ച് വിളിച്ചോളൂ. അവിടെ ചെന്ന് ക്യൂ ഒക്കെ നിന്ന് കഷ്ടപ്പെട്ട് പോയി കാണൂ. വീണ്ടും കാണുമ്പോൾ കണ്ണ് നിറച്ച് കണ്ട് ആ രൂപത്തെ ഉള്ളിലേക്ക് വീണ്ടും ആവഹിക്കുക. ആ ഭഗവാനെയും കൊണ്ട് തിരിച്ചു വരിക. ഇത് കുറെ കാലം പ്രോസസ്സായിട്ട് നടക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ വ്യത്യാസം വരും, ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഗുരുവായൂർ ഇത് തന്നെയാണ് അല്ലേ? ഈ ഗുരു എന്ന് പറഞ്ഞാൽ സ്ഥൂലം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഈ സ്ഥൂലമായിരിക്കുന്ന വായുപുരമാണ് പ്രാണൻ സഞ്ചരിക്കുന്ന ഈ ശരീരം. അപ്പൊ ഇത് തന്നെയാണ് ഗുരുവായുപുരം. സ്ഥൂലവും പ്രാണസഞ്ചാരമുള്ളതുമായിട്ടുള്ള ഒരു പുരിയാണ് ഈ പുരി. ഈ പുരിക്കകത്തുള്ള ശ്രീകോവിൽ നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തില് ആ ഗുരുവായൂരപ്പൻ ചൈതന്യമായി എപ്പോഴും കൂടെയുണ്ട്. എപ്പോഴും ഉണ്ട്, കൂടെയുണ്ട് എന്നല്ല, ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളെ. ഗുരുവായൂരപ്പൻ ഉള്ളത് കൊണ്ടാണ് നമ്മളുള്ളത്. ഇത് നിരന്തരം സ്മരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരിൽ പോകേണ്ട ആവശ്യമില്ല, പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാണാത്തവരൊക്കെ പോട്ടെ, നമ്മുടെ ലെവലിലേക്ക് എത്താത്തവരൊക്കെ LKG-ക്കാർ, UKG-ക്കാർ, 1ാം ക്ലാസ്സുകാരൊക്കെ പോട്ടെ. അവർക്ക് നമ്മൾ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുക, നമ്മുടെ തിരക്ക് കുറയ്ക്കുക. കണ്ടവരെന്നെ കണ്ടുകൊണ്ട് തിരക്കിക്കൊണ്ടിരിക്കാതിരിക്കുക. പാവങ്ങൾ പോയി കാണട്ടെ. അവർക്ക് എത്ര കാലം എടുക്കും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം കിട്ടാൻ എന്നറിയില്ല. അതുകൊണ്ട് അവർ തിരക്കട്ടെ. ഈ ഒരു അറിവോടുകൂടി നിങ്ങൾ ഇനി ഗുരുവായൂരിൽ പോകുമ്പോൾ പോവുക. സന്ദർഭം കിട്ടിയാൽ പൊക്കോളൂ, തൊഴാൻ പറ്റിയാൽ തൊഴുതോളൂ, ഭഗവാനെ കാണാൻ പറ്റിയാൽ കണ്ടോളൂ, കാണുമ്പോൾ ഉള്ളിലേക്ക് ആക്കിക്കോളൂ, തിരിച്ചു പോന്നോളൂ. അപ്പോൾ ആ വേശ്യയിൽ നിന്ന് നമ്മൾ ഈ നിരാശ എന്നുള്ളത് ഉൾക്കൊള്ളണം. നൈരാശ്യമാണ് സുഖമെന്ന് ഉൾക്കൊള്ളണം. നമുക്കതറിയാം. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ആ ഗുരുവായൂരപ്പനെ കാണാനുള്ള കൊതി ഉണ്ടാവുന്നു അല്ലേ? അതാണ് ഇവരും പറയുന്നത്. ആശാ ദുരത്യയാ കൃഷ്ണേ, ആശാ ദുരത്യയാ. നമ്മുടെ ദേവി മഹാത്മ്യത്തിൽ പറയുന്ന ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീ ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. അതാണ് മഹാമായയുടെ പ്രയോഗമാണ് അല്ലേ? ജ്ഞാനിനാമപി ചേതാംസി, ജ്ഞാനികളുടെ ബോധത്തെ പോലും, ആ ചിത്തത്തെ പോലും, മനസ്സിനെ പോലും. ദേവി ഭഗവതീ ഹി സാ, സാ ഭഗവതി, സാ കാളരാത്രി ആവരണസ്വരൂപ അവിദ്യാസ്വരൂപ ദേവി ബലാദാകൃഷ്യ മോഹായ പ്രയച്ഛതി. നമ്മളെ ബലമായി, ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലമായി ആകർഷിച്ച് മോഹത്തിനായി കൊണ്ട് കൊടുക്കുന്നു. അതുകൊണ്ട് എന്തു വേണം? ഈ ചെയ്യുന്ന ആധ്യാത്മിക സാധനകളിലെല്ലാം നൈരന്തര്യം വേണം. നൈരന്തര്യമില്ലാത്ത കാര്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മറ്റൊരു നൈരന്തര്യം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും.
നമ്മൾ ഈശ്വരീയ കാര്യങ്ങളിൽ നമ്മൾക്ക് നൈരന്തര്യം ഇല്ലാതാവുമ്പോൾ പകരമുള്ള സമയം മുഴുവൻ നമ്മൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളിൽ നിരന്തരം മുഴുകിയിരിക്കും. അതുകൊണ്ടാണ് പണ്ട് ആ നിത്യ നൈമിത്തിക കർമ്മങ്ങളൊക്കെ വീഴ്ച കൂടാതെ ശുഷ്കാന്തിയോടുകൂടി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞത്. നിത്യകർമ്മങ്ങൾ നിത്യവും നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ തന്നെ സമയം നല്ലപോലെ നമ്മൾ ഓക്കുപ്പൈഡായി പോകും. മാത്രമല്ല ആ ശീലം നൈരന്തര്യം നമ്മൾക്ക് നിത്യവും അത് ചെയ്യണമെന്നുള്ളതായിട്ടുള്ള ആ ഒരു നിഷ്ഠയുണ്ടാക്കും. ആ സമയത്തൊന്നും നമുക്ക് വേണ്ടാത്തതിനൊന്നും ചിന്തയുണ്ടാവില്ല. ഇതെൻ്റെ കർത്തവ്യം, എനിക്ക് ദിവസവും ഇത് ചെയ്യണം, നിത്യകർമ്മങ്ങൾ ഇന്നതൊക്കെ ഉണ്ട്, അത് ഞാൻ ചെയ്യട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ വേണ്ടാത്തതിലേക്കൊന്നും മനസ്സ് പോകില്ല. അങ്ങനെ ആ നിത്യകർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സമയം എക്സ്റ്റെൻഡ് ചെയ്യും. അല്ലേ? ഗൃഹസ്ഥന്മാരായിരിക്കുന്നവർക്ക്, ഉത്തരവാദിത്വങ്ങളുള്ളവർക്ക് ആ സമയം കുറയും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നിത്യവും അവരുടെ ഉദ്യോഗങ്ങളുണ്ടാവും, സമ്പാദിക്കേണ്ടതുണ്ട്. ഗൃഹിണികളായ അമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ട്. അവരുടെ കുട്ടികളുടെ കാര്യങ്ങളുണ്ട്, ഭർത്താവിൻ്റെ കാര്യമുണ്ട്, അച്ഛനമ്മമാരുടെ, അമ്മായി അച്ഛൻ്റെ പറഞ്ഞ പോലെ നാട്ടിലുള്ള പല കാര്യങ്ങളിലും തലയിടേണ്ടി വരും. അപ്പോൾ ആ ഗൃഹസ്ഥാശ്രമ അവസ്ഥയിൽ കുറേ സമയം കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കി ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി പോകും. അതിൽ നിന്ന് പതുക്കെ പതുക്കെ ലൗകിക കാര്യങ്ങളുടെ ആശ കുറയ്ക്കും തോറും എണ്ണം കുറഞ്ഞു വരും. എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇതിന് സമയം കിട്ടും. കൂടുതൽ ആധ്യാത്മിക കാര്യങ്ങൾക്ക്, സാധനകൾക്ക്, അല്ലെങ്കിൽ കീർത്തനങ്ങൾ പാരായണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പുരാണാദികൾ പാരായണം ചെയ്യാൻ, നേരം പോക്കായിട്ട് ഒക്കെ ചെയ്യാം. പുരാണങ്ങളും ഇതിഹാസങ്ങളും നേരം പോക്കായിട്ട് പാരായണം ചെയ്യാം. ബാക്കി നിത്യകർമ്മങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പോൾ ഉപനയനം കഴിച്ചു, ഗുരുവിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇന്ന ഉപാസനകൾ ചെയ്യണം, ഗായത്രി മന്ത്രം ജപിക്കണം, നിത്യവും സമിതാദാനം ചെയ്യണം, അല്ലെ, അഗ്നിഹോത്രാദികൾ ചെയ്യണം, പിതൃയജ്ഞം, അതുപോലെ സ്വാധ്യായം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗുരുക്കന്മാരിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ്, നേരം പോക്കാണ് പുരാണ ഇതിഹാസങ്ങളൊക്കെ പറയാനുള്ള, വായിക്കാനുള്ളതായിട്ട് സമയം. ഇനിയിപ്പോൾ മറ്റു വൈദികങ്ങളായ ഉപദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല, സന്ധ്യാവന്ദനാദികളൊന്നും അഭ്യസിച്ചിട്ടില്ല എങ്കിലും ആ സമയങ്ങളിൽ ഭഗവാന്റെ ഒരേ നാമം തന്നെ ജപമായിട്ട് ചെയ്യാം. ഈശ്വരൻ്റെ, ഇഷ്ടദേവന്റെ ഒരേ നാമം തന്നെ ആവർത്തിച്ച് ചെയ്യുന്നതാണ് ജപം. അപ്പം അങ്ങനെ ആ സമയനിഷ്ഠയോടുകൂടി അത് പാലിക്കുക. ആ ജപം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് മറ്റ് കീർത്തനാദികളോ പാരായണാദികളോ ഒക്കെ ആവാം. ഇങ്ങനെ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയണം. ആ നിഷ്ഠയാണ് പ്രധാനം. എന്നിട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആധ്യാത്മിക സാധനകൾക്കുള്ള സമയം കൂട്ടിക്കൊണ്ടുവരികയും ലൗകിക കർമ്മങ്ങളുടെ സമയം കുറച്ച് കൊണ്ടുവരികയും അങ്ങനെ വാനപ്രസ്ഥത്തിലേക്ക് തയ്യാറാവുകയും ചെയ്യുക. അവസാനം ലൗകികങ്ങളായ ഉത്തരവാദിത്വങ്ങളെല്ലാം മക്കളെ ഏൽപ്പിച്ച് വാനപ്രസ്ഥം എന്നുള്ള ഉത്തരവാദിത്വ രഹിതമായിട്ടുള്ള ഒരു അവസ്ഥയെ പരിശീലിക്കുക. ഒപ്പം ആധ്യാത്മിക സാധനങ്ങൾ തുടരുക. അപ്പോൾ മനസ്സ് ലൗകിക കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതായിട്ടുള്ളൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാലോ സന്യസിക്കാം. വാനപ്രസ്ഥം സന്യാസത്തിനുള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. നമ്മൾ പ്രിപ്പയർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സന്യസിക്കാം. സന്യസിച്ചു കഴിഞ്ഞാലോ പിന്നെ ലൗകിക കർമ്മങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ആകെ ചെയ്യാനുള്ളത് അവനവന്റെ ആത്മവിചാരം മാത്രം. അതിനുള്ള സാധനകൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ ആശയെ ഈ പറഞ്ഞ കുറയ്ക്കാനായിട്ട്. ഇവിടെ കൃഷ്ണനിലാണ് ആശ, അതുകൊണ്ട് ദോഷമില്ല. കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗള
തജ്ജാനതീനാം നഹ കൃഷ്ണേ തദാപ്യാശാതുരത്യയാം കൗത്സഹേത സന്ത്യക്തും ഉത്തമശ്ലോകസംവിദം അനിച്ഛതോപി യസ്യ ശ്രീഹി അംഗാന്നച്ഛവതേ ക്വചിത്. കൗത്സഹേത സന്ത്യക്തും ഉത്തമശ്ലോകസംവിദം അനിച്ഛതോപി യസ്യ ശ്രീഹി അംഗാന്നച്ഛവതേ ക്വചിത്. അപ്പോ ഭഗവാനെ ഉപേക്ഷിക്കാൻ ആർക്കാണ് സാമർഥ്യമുള്ളത്? ആർക്കും സാധിക്കില്ല. ആ ലക്ഷ്മി ദേവിയെ നോക്കൂ. ലക്ഷ്മി ദേവിയെ ഭഗവാൻ ഒരു താല്പര്യമില്ല, ഒരു മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. പക്ഷെ എന്നാലും ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദങ്ങളിൽ അള്ളി പിടിച്ചിരിക്കുന്നു. അപ്പൊ ലക്ഷ്മി ദേവി പോലും ഭഗവാനെ ഉപേക്ഷിക്കാതെ പാദങ്ങളെ അള്ളിപ്പിടിച്ചിരിക്കുന്നുവെങ്കിൽ അപ്പൊ പിന്നെ നമുക്കെങ്ങനെയാ ഭഗവാനെ ഉപേക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് നമുക്കും ഭഗവാനെ ആശ്രയിച്ചിരിക്കാം, ഭഗവാനെ തന്നെ ചിന്തിക്കാം. ഭഗവാനെ കുറിച്ചിട്ടുള്ള ആശകൾ ഇരിക്കട്ടെ. ഭഗവാനെ കുറിച്ചിട്ടുള്ള ആശകൾ ഒരു തരത്തിലും ദോഷമല്ല. അതങ്ങനെ നമ്മളെ പാകപ്പെടുത്തി പിന്നീട് ഭഗവാന്റെ ആ മൂർത്തിയെ കാണണമെന്നുള്ള ആശ മാറി ആ തത്വത്തിലുള്ള നിഷ്ഠയായിട്ടത് മാറും. അപ്പോൾ അത് ദോഷമേ അല്ല, അത് നമ്മുടെ അവസാനത്തെ പടിയാണ്. അതുകൊണ്ടാ നാരദൻ യുധിഷ്ഠിരനോട് പറഞ്ഞത് തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സിനെ കൃഷ്ണനിലേക്ക് ഉറപ്പിക്കൂ. അത് ഓരോരുത്തരെയും ഉദാഹരണം പറഞ്ഞു. ഗോപികമാർ കാമം കൊണ്ടാണ് തുടങ്ങിയത്, കംസൻ ഭയത്തോടുകൂടെ, ശിശുപാലൻ ദ്വേഷഭാവത്തിൽ, അതുപോലെ ഓരോരുത്തരും അച്ഛനമ്മമാർ വാത്സല്യത്തോടെ, ഇങ്ങനെ ഓരോരുത്തരും ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ തന്നെ ചിന്തിച്ച് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ച് അവസാനം അവരെല്ലാം ധന്യരായി തീർന്നു. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഉത്തമശ്ലോക സംവിധം സന്ത്യക്തും കഹ ഉത്സഹേത. ഉത്തമശ്ലോക സംവിധം, ഉത്തമശ്ലോകനായ ഭഗവാനെ കുറിച്ചിട്ടുള്ള സംവിധം, വിഷയം ജ്ഞാനം എന്നൊക്കെ അർത്ഥം. സംവിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പൊ ഭഗവാനെ കുറിച്ചിട്ടുള്ള വർത്തമാനം, ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ്, ഭഗവാനെ കുറിച്ചിട്ടുള്ള ബോധം, ഭഗവാനെ കുറിച്ചിട്ടുള്ള ചിന്ത എന്നൊക്കെ അർത്ഥത്തില് ഉത്തമ ശ്ലോക സംവിധം. സന്ത്യക്ത് ഉപേക്ഷിക്കുവാനായിക്കൊണ്ട് കഹ ഉത്സഹേത. ആർക്ക് ശക്തി ഉണ്ടാവും? ആർക്ക് ഉത്സാഹം ഉണ്ടാവും? ആർക്കെങ്കിലും സാധിക്കുമോ ഭഗവാനെ ഉപേക്ഷിക്കാൻ, ഭഗവാന്റെ ചിന്തയെ ഉപേക്ഷിക്കാൻ? വേണ്ട, ആരും പറഞ്ഞില്ല ഉപേക്ഷിക്കാൻ. ഭഗവാന്റെ ചിന്തയെ ഉപേക്ഷിക്കാൻ ആരും പറഞ്ഞില്ല, സാധിക്കില്ല. അത് ആ വഴിക്ക് വന്നവർക്ക് എന്ന് പറയാം. അപ്പോ അങ്ങനെയുള്ള അനിച്ഛത അപ്പി യസ്യ അംഗാത് ശ്രീഹി ക്വചിത് ന ചെവതേ. അനിച്ഛത അപി, ഭഗവാന് ഒരു ഇച്ഛയുമില്ല ആരോട്? ലക്ഷ്മിയോട്. അപ്പൊ അനിച്ഛത ന ഇച്ഛതേ. ഭഗവാൻ ലക്ഷ്മിയെക്കുറിച്ച് ഒരാഗ്രഹവും പ്രകടിപ്പിക്കുന്നില്ല, ഒരു എന്താ പറയുക കരുതലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിപ്പെൻഡൻസിയും കാണിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ടും യസ്യ അംഗാത്, ഏതൊരുവന്റെ ശരീരത്തിൽ നിന്ന് ശ്രീഹി, ആ ലക്ഷ്മി ദേവി, കോചിത് എന്നച്ചവതേ, ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല, ഒരിക്കലും വിട്ടുപോകുന്നില്ല. അപ്പൊ പിന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ആശ്ചര്യം എന്തിരിക്കുന്നു? ഒരു കൈമുതിക ന്യായം. അതാണ് ഇവിടെ പറയുന്നത്. ലക്ഷ്മീദേവി സർവ ഐശ്വര്യ സമ്പൂർണ, എല്ലാറ്റിൻ്റെയും പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നല്ലതിൻ്റെയും മൂർത്തിയാണ് ലക്ഷ്മി ദേവി, ഒരു കുറവുമില്ലാത്തവൾ. ആ ലക്ഷ്മി ദേവി പോലും ഭഗവാനെ വിടുന്നില്ല, തന്നെ നിന്ദിച്ചിട്ടും അഥവാ തന്നെ എന്താ പറയുക മൈൻഡ് ചെയ്യാതിരുന്നിട്ടും. അപ്പൊ പിന്നെ ഈ കേവലം ഗോപികമാരായിട്ടുള്ള പ്രാകൃതകളായിട്ടുള്ള നമ്മളുടെ കാര്യം പറയേണ്ടതുണ്ടോ? നമുക്കുണ്ടോ ഭഗവാനെ വിടാൻ പറ്റുന്നു? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കാം, ഒരു കുഴപ്പമില്ല, ചിന്തിച്ചോളൂ. ആദ്യം ഭഗവാന്റെ രൂപം ചിന്തിക്കൂ, പിന്നീട് ഭഗവാന്റെ തത്വം വേണ്ട പോലെ ചിന്തിക്കാറാവും. പിന്നീട് ഭഗവാന്റെ തത്വത്തിൽ ഉറപ്പ് കിട്ടും. അപ്പൊ പിന്നെ രൂപം എന്നുള്ളത് നിർബന്ധമില്ലാതെയാവും.
ഇപ്പോ ക ഉത്സഹേത സന്ത്യക്തും ഉത്തമ ശ്ലോക സംവിധം അനിച്ഛതോപി യസ്യ ശ്രീഹി അംഗാന്നച്ചവതേ ക്വചിത്. ഇനി നാളെ തുടരാം, സമയം വൈകി. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. നാളെ കാണാം. വൈകുന്നേരം പുരുഷ സൂക്തമുണ്ട് 5 മണിക്ക്. ഇന്നലെ അവിടെ ഒരു സംഗീതാർച്ചന രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സംഗീതാർച്ചനയാണ്. അത് 83ഓളം കുട്ടികൾ ഓരോരുത്തർ കഴിഞ്ഞ് മാറി അടുത്താള് അങ്ങനെ വൈകുന്നേരം 6:30 മണിയായി കുട്ടികളുടെ കഴിയുമ്പോഴേക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തോൽപ്പാവക്കൂത്തിന്റെ സമയമായി. അപ്പം ഞാൻ പുരുഷ സൂക്തം വെറുതെ ചൊല്ലി കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നലെ അവിടുന്ന് പോന്നു. അപ്പോൾ അത് ലൈവ് ചെയ്തില്ല, കാരണം പ്രഭാഷണം ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് പ്രഭാഷണമുണ്ട് 5 മുതൽ 6:15 വരെ. ശ്രദ്ധിക്കുക. പുരുഷ സൂക്തം. ഭാഗവത ജ്ഞാനഗംഗ നാളെ തുടരും.